ഹലോ ഹലോ ഓഡിബിൾ ആണോ? കേൾക്കാമോ? റെസ്പോണ്ട് ചെയ്യോ? ഹലോ ഓക്കെ. അപ്പം എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. ഇപ്പം ലക്ഷ്മി എന്നുള്ള ഇതിൽ കൂടാണ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ സംസാരിക്കുന്ന വേറെ അക്കൗണ്ടിൽ കൂടാന്നേ ഉള്ളൂ. എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് ഞാനാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസ് നമ്മൾ ഇതിനു മുമ്പ് ആസാദിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഗ്രാമർ ഇന്ന് ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്. അപ്പം ക്ലിയർ സെറ്റ് അല്ലേ എല്ലാവരും? രണ്ടുപേരുള്ളത് സാഖി ആൻഡ് സജ രണ്ടുപേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ രണ്ടുപേർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കുന്നുണ്ട് മിസ്സേ. സാഖ്യ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും പറയുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ല. ഒരു തമ്പിട്ടാലും മതി. ഓക്കെ, നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പം ഓക്കെ, സാഖ്യ തമ്പിട്ട്. ഓക്കെ, സെറ്റ്. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് ഗ്രാമർ ക്ലാസ് ആണ്. അപ്പം നമ്മൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതി, അതായത് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടുള്ളതെല്ലാം വൊക്കാബുലറി ക്ലാസ്സസ് ഒക്കെയാണ്. ഇന്നാണ് ഫസ്റ്റ് ഗ്രാമർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് 12 ടൈപ്സ് ഓഫ് ടെൻസ് ഉണ്ട് ഇംഗ്ലീഷിൽ, അല്ലേ? 12 ടൈപ്സ് ഉണ്ട്. ഈ 12 ടൈപ്സിൽ പ്രൈമറി ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, അല്ലേ? അതായത് 3 മെയിൻ ടൈം കാറ്റഗറീസ് ആണുള്ളത്. അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. 3 പ്രൈം കാറ്റഗറീസ് ഉള്ളത് ഏതൊക്കെയാണ്? പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇതാണ് ബേസ്. നമ്മൾ ഇത് മനസ്സിലാക്കണം. ഒന്ന് കഴിഞ്ഞ കാലത്തെ പറ്റി നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളെ പറ്റി നമ്മൾ വാസും വേറും ഒക്കെ ചേർത്തിട്ട് പറയാറുണ്ടല്ലോ, കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി. പ്രസന്റ് നമ്മൾ പറയും ഇപ്പൊ നടക്കുന്നത്. കണ്ടോ, നമ്മൾ ഇപ്പൊ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയല്ലേ? ഐ എം ടേക്കിംഗ് ക്ലാസ് റൈറ്റ് നൗ, റൈറ്റ് അല്ലെ? ഈ കറക്റ്റ് ഈ മൊമെന്റിൽ ഞാൻ ക്ലാസ് എടുക്കുമല്ലേ? അത് നമ്മുടെ പ്രസന്റ് ടെൻസും. ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താണ് എക്സാം എഴുതാൻ പോവാ, അല്ലെ? യു ഗൈസ് വിൽ ഗോയിങ് ടു റൈറ്റ് എക്സാം, റൈറ്റ്? അപ്പൊ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ നടക്കാൻ പോകുന്ന കാര്യമാണ്. നിങ്ങൾ ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്നെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രസന്റിൽ നടക്കുന്നതാണ്. നിങ്ങൾ എന്താണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നുള്ളത് നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന കാര്യമാണ്. അപ്പൊ പ്രൈമറി ആയിട്ട് 3 മെയിൻ കാറ്റഗറീസ് ആണുള്ളത്: പ്രസന്റും, പാസ്റ്റും, ഫ്യൂച്ചറും. ഇതിന് തന്നെ ഓരോന്നിനും 4 സബ് കാറ്റഗറീസ് ഉണ്ട്. ഈ പ്രസന്റിന് 4 എണ്ണം ഉണ്ട്, പാസ്റ്റിന് 4 എണ്ണം ഉണ്ട്, ഫ്യൂച്ചറിന് 4 എണ്ണം ഉണ്ട്. എന്താണ്? പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ ആയിട്ടുള്ളത്. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ്, അതായത് പ്രസന്റിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, അല്ലെ? നമ്മൾ ING ഇട്ട് പറയാറുണ്ട്, അല്ലെ? ഐ എം ടീച്ചിങ്, അല്ലെങ്കിൽ ഷീ ഈസ് റീഡിങ്, അല്ലെങ്കിൽ യു ആർ ലുക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താണ്? അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അത് ലിസൺ ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ ആ റൈറ്റ് മൊമെന്റിൽ നടക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതിനെന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയും. പ്രസന്റ് പെർഫെക്റ്റും അതേപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ഉണ്ട്. അത് നമ്മൾ എക്സാമ്പിൾസിലൂടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, പാസ്റ്റിനും സെയിം തന്നെ. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചറിനും സെയിം. ഈ എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ മെയിൻ ആയിട്ടുള്ള 3 കാറ്റഗറീസിനും പിന്നെ ആ 3 കാറ്റഗറീസിനും മൊത്തം 4 സബ് കാറ്റഗറീസും ഉണ്ട്. അങ്ങനെ മൊത്തം 12 കോമൺലി റെക്കഗ്നൈസ്ഡ് ടെൻസ് ഫോംസ് ആണ് ഉള്ളത്. ഓക്കെ ആണോ? ഇത് ക്ലിയർ ആയിരിക്കുമല്ലോ? കാര്യം നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നതാണ് പ്രസന്റും, പാസ്റ്റും, ഫ്യൂച്ചറും, പിന്നെ അതിന്റെ സബ് പാർട്സും ഒക്കെ നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. ക്ലിയർ ആയിരിക്കുമല്ലോ, അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. കണ്ടോ? ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തു വെക്കോ, ഫോട്ടോ എടുത്തു വെക്കോ, അല്ലെങ്കിൽ എഴുതുകയോ എന്തെങ്കിലും ചെയ്തോ. അതായത് പ്രസന്റിന് തന്നെ സിമ്പിൾ ഫോം, കണ്ടിന്യൂസ് ഫോം, പെർഫെക്റ്റ് ഫോം, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം. അങ്ങനെ പ്രസന്റിനും പാസ്റ്റിനും ഫ്യൂച്ചറിനും 4 ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. അങ്ങനെയാണ് 12 ഫോംസ്. ഓക്കെ,
ഓക്കെ, ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് ആദ്യം പറയാം. ഇതിനെ കൂടുതലും സിമ്പിൾ പ്രസന്റ് അല്ലേ, അപ്പൊ എന്താണ് സബ്ജക്ട് പ്ലസ് V1 ഫോമിലായിരിക്കും നമ്മൾ എഴുതുന്നത്. V1 V2 V3 അറിയാമല്ലോ അല്ലേ, അറിയാവോ നിങ്ങക്ക്? അതായത് ഗോ, വെന്റ്, ഗോൺ അറിയാവോ? V1 എന്ന് പറയുമ്പോ ഗോ, V2 എന്ന് പറയുമ്പോ വെന്റ്, V3 എന്ന് പറയുമ്പോ ഗോൺ. പഠിച്ചിട്ടുണ്ടാവുമല്ലോ 3 ഫോംസ്, V1 V2 V3 അറിയോ? റെസ്പോണ്ട് ചെയ്താൽ കൊള്ളായിരുന്നു. V1 V2 V3 ഫോംസ് അറിയോ? യെസ്, അറിയാം. ഓക്കെ, അങ്ങനെ നമ്മൾ സിമ്പിൾ പ്രസന്റ് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും V1 ഫോമിലായിരിക്കും എഴുതുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഗോ എന്ന് പറഞ്ഞ പോലെ ഗോ എന്ന് തന്നെ, വർക്ക് എന്ന് പറയുമ്പോൾ വർക്ക് എന്ന് തന്നെ. V2 ഫോമിലാകുമ്പോൾ വർക്ക്ഡ് എന്നാവും, V3 ഫോമിലാണെങ്കിൽ വർക്ക്ഡ് എന്നാവും. ഓക്കെ, അങ്ങനെയാണ്. പക്ഷെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ഫോമിലാവുമ്പോൾ V1 ഫോമിലായിരിക്കും എപ്പോഴും എഴുതുന്നത്. അത് എപ്പോഴും ഓർക്കണം, പ്രസന്റ് ആവുമ്പോൾ V1 ഫോമിലായിരിക്കും. എക്സാമ്പിൾ ഉണ്ടോ? ഷീ വർക്ക്സ് ഇൻ എ ബാങ്ക്, അതായത് അവള് വർക്ക് ചെയ്യുന്ന ഒരു ബാങ്കിലാണ് അല്ലെ, അത് പ്രസന്റിൽ നടക്കുന്ന കാര്യമാണോ? അവള് വർക്ക് ചെയ്യുന്ന ഒരു ബാങ്കിലാണ്. ഐ റീഡ് ബുക്സ് എവറി ഡേ, ഞാൻ എല്ലാ ദിവസവും ബുക്ക് വായിക്കും. അതും എന്റെ പ്രസന്റിൽ നടക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എല്ലാ ദിവസവും ബുക്ക് വായിക്കും. ദേ പ്ലേ ഫുട്ബോൾ ഓൺ സൺഡേസ്, സൺഡേസിൽ അവർ ഫുട്ബോൾ കളിക്കും. അതും എന്താണ്, എല്ലാ സൺഡേയിലും നടക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അങ്ങനെയുള്ളതിനെയൊക്കെയാണ് എന്ത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, നമ്മുടെ സബ്ജക്റ്റ് അങ്ങനെ തന്നെ ഉണ്ട്. ഷീ എന്ന് പറയുന്നതാണ് ആദ്യത്തെ, ഷീ വർക്ക്സ് ഇൻ എ ബാങ്കിലെ സബ്ജക്റ്റ്. ഐ റീഡ് ബുക്സ് എവരി ഡേയിലെ സബ്ജക്ട് എന്താണ്, ഐ. ദേ പ്ലേ ഫുട്ബോൾ ഓൺ സൺഡേസിലെ സബ്ജക്ട് എന്താണ്, ദേ അല്ലെ. ഇവിടെ V1 ഫോം എന്തൊക്കെയാണ്? വർക്ക്സ് കണ്ടോ, വർക്ക്സ് എന്നുള്ളത് ആദ്യത്തേലെ V1 ഫോം, രണ്ടാമത്തേല് ബുക്സ്, മൂന്നാമത്തേല് പ്ലേ എന്നുള്ളത് അല്ലെ, പ്ലേ അല്ലെ V1 ഫോമിലല്ലേ. യെസ്, ഇപ്പൊ രണ്ടാമത്തേല് റീഡ് ആണ്, സോറി ബുക്സ് അല്ല റീഡ് ആണ് കേട്ടോ, റീഡ് ആണ് V1 ഫോം. ഓക്കെ, അപ്പൊ V2 ഫോം അറിയാവോ? റീഡിന്റെ റെഡ് എന്നാണ് അല്ലെ, അറിയായിരിക്കുമല്ലോ. നമ്മൾ റീഡ് എന്ന് തന്നെ ആയിരിക്കും എഴുതുന്ന, പക്ഷെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന എങ്ങനെയാണ്? റെഡ് എന്നാണ് അല്ലെ. ഷീ റെഡ് ദ ബുക്ക് എന്ന് നമ്മൾ പറയും, അതായത് അവൾ വായിച്ചിരുന്നു ബുക്ക്. റെഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഫോം ആണ്, അത് V2 ഫോം ആണ് എന്ത്, റെഡ് എന്ന് പറയുന്നത്. അപ്പൊ V1 ഫോം എന്താണ്, റീഡ് അല്ലെ. ഓക്കെ, ഇനി നെഗറ്റീവ് സ്ട്രക്ചറിലോട്ട് വരുമ്പോഴോ ഈ സെയിം സാധനം തന്നെ, എന്താ ഡു ഓർ ഡസ് വരും. സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് എന്തായിരിക്കും വരുന്നത്, അത് എപ്പോഴും ശ്രദ്ധിച്ചോണം, ഡു ഓർ ഡസ് ആയിരിക്കും. അതിൻ്റെ കൂടെ നോട്ടും വരും, V1 ഫോമും വരും. അഫർമേറ്റീവ് സ്ട്രക്ചറിൽ, അതായത് ഒരു പോസിറ്റീവ് ഫോമിലുള്ള സ്ട്രക്ചർ സിമ്പിൾ പ്രസന്റ് വരുവാണെങ്കിൽ എന്തായിരിക്കും ഉള്ളത്, നമ്മുടെ സബ്ജക്റ്റ് ഉണ്ടാവും, അതായത് ഷീ അല്ലെങ്കിൽ ഹി, ഐ അല്ലെങ്കിൽ ദേ, എന്താണോ സബ്ജക്റ്റ് ഉള്ള ആ സബ്ജക്ട് ഫോം കാണും. അതിൻ്റെ കൂടെ V1 ഫോം, നമ്മൾ പറഞ്ഞില്ലേ വർക്ക്സ്, റീഡ്, പ്ലേ, ഇതൊക്കെ എന്താണ് V1 ഫോം ആണ്, അതായത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. സെക്കൻഡ് ഫോമും തേർഡ് ഫോമും നമ്മൾ പറഞ്ഞു, ഗോയുടെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു, ഗോ, വെൻ, ഗോൺ, റീഡ്, റെഡ്, റെഡ്, വർക്ക്സ്, വർക്ക്ഡ്, വർക്ക്ഡ്. അപ്പം അതൊക്കെയാണ് V1 V2 V3 ഫോം വരുന്നത്. അപ്പൊ സിമ്പിൾ പ്രസന്റിൽ V1 ആണ് വരുന്നത്. അപ്പൊ ഇനി നെഗറ്റീവ് സ്ട്രക്ചർ വരുമ്പോൾ ഡു ഓർ ഡസ് ആണ് വരുന്നത്. സിമ്പിൾ പ്രസന്റിൽ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഡു ഓർ ഡസ് ആണ് വരുന്നത്. മാർക്ക് ചെയ്തോണം, എഴുതി വെച്ചോ. സിമ്പിൾ പ്രസന്റ് നെഗറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഡു ഓർ ഡസ് ആവും. പാസ്റ്റിലോട്ട് വരുമ്പോൾ അത് മാറും, ഫ്യൂച്ചറിലോട്ട് വരുമ്പോഴും അത് മാറും നെഗറ്റീവ് സ്ട്രക്ചറിലാകുമ്പോൾ. പിന്നെ അതിൻ്റെ കൂടെ ഒരു നോട്ട് കൂടെ ചേരും അല്ലെ. നെഗറ്റീവ് സ്ട്രക്ചർ ആകുമ്പോൾ എപ്പോഴും എന്താണ്, നോട്ട്, നില്ല്, വോൺ, അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതാണ് നെഗറ്റീവ് സ്ട്രക്ചർ. അതറിയായിരിക്കുമല്ലോ അല്ലെ. നെവർ, അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ഒരു നെഗറ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു സെന്റൻസ്. അപ്പം നെഗറ്റീവ് സ്ട്രക്ചറിൽ സബ്ജക്ട് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് നോട്ട് പ്ലസ് V1, ഇത് സെയിം പോലെ തന്നെയാണ്. എന്ത് സബ്ജക്റ്റും V1 ഫോമും ആണ്. പിന്നെ എന്താണ്, ഡു ഓർ ഡസും വരും, നോട്ടും വരും. ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. നെഗറ്റീവ് ആകുമ്പോൾ എന്തായാലും നോട്ട് വരുമെന്ന് നമുക്ക് ഉറപ്പാണ്. അതിൻ്റെ കൂടെ ഡു ഓർ ഡസ് ആയിരിക്കും വരുന്നത്. അപ്പം എന്താണ് എക്സാമ്പിൾ ചെന്ന, ഷീ ഡസ് നോട്ട് വർക്ക് ഓൺ സൺഡേസ്, ഐ ഡു നോട്ട് വാച്ച് ടെലിവിഷൻ ഡെയിലി, ദേ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ്. കണ്ടോ, ഷീ വന്നപ്പോ എന്താണ്, ഡസ് വന്നല്ലേ. ഷീ വന്നപ്പോ ഡസ്, മുകളിൽ എന്താ ഷീ വാക്സ് എന്നാ പറഞ്ഞല്ലേ. അപ്പൊ ഷീ ഓർ ഹി വരുമ്പോ നമ്മൾ എന്താണ്, സിംഗുലർ ആണ്.
ഷീ ഓർ ഹി വരുമ്പോ സിംഗുലർ ആണ്. അപ്പൊ ഈ സിംഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ നമ്മൾ എന്തിടും? നമ്മള് നമ്മുടെ അതിന്റെ അപ്പുറത്തുള്ള വേർബിനെ നമ്മൾ എസ് ഓർ ഇ എസ് ഇട്ടായിരിക്കും ഡിനോട്ട് ചെയ്യണം. ഹി ഓർ ഷീ എന്താണ്? സിംഗുലർ ആണ്. അപ്പൊ സിംഗുലർ ആയപ്പോ എന്ത് വന്നു? അവിടെ ഡെസ് വന്നു അല്ലേ? ഷീ ഡസ് നോട്ട് വർക്ക് ഓൺ സൺഡേസ്. ഐ വരുമ്പോ നമുക്കറിയാം ഐ ഫോം വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താണ് ഈവൻ ഐ സിംഗുലർ ആണെങ്കിൽ പോലും ഐ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എസ് ഇട്ട് എഴുതില്ല. കണ്ടോ? ഐ ഡു നോട്ട് വാച്ച് ടെലിവിഷൻ ഡെയിലി. അതിനെ ഒരു പ്ലൂറൽ ഫോമിൽ കൺസിഡർ ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. ഓക്കെ. ദേ വന്നപ്പോ കണ്ടോ? ദേ പ്ലൂറൽ ആണ്. ദേ പ്ലൂറൽ ആയപ്പോ കണ്ടോ? ദേ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ്. കണ്ടോ? അപ്പൊ ഷീ വന്നപ്പോ ഷീ സിംഗുലർ ആണ്. ഷീ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്താണ് ഇ എസ് ഇട്ടാണ് നമ്മൾ എഴുതുന്നത്. ഷീ ഡസ് നോട്ട് വർക്ക് ഓൺ സൺഡേസ്. ഐ വന്നപ്പോ ഐ ഈവൻ ദോ സിംഗുലർ ഫോം ആണെങ്കിൽ പോലും നമ്മൾ എന്താണ് പ്ലൂറൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ഐ ഡു നോട്ട് വാച്ച് ടെലിവിഷൻ ഡെയിലി. കണ്ടോ? ദേ വന്നപ്പോ ദേ പ്ലൂറൽ ആണ്. ദേയ്ക്ക് നമ്മൾ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ് ആണ്. ഷീ വന്നപ്പം ഷീ മുകളിൽ എന്താണ് വോക്സ് ആണ് വന്നത് അല്ലെ? അപ്പൊ ഓർത്തോണം സിംഗുലർ ഓർ ഹി ഓർ ഷീ വന്ന അതിനെ നമ്മൾ സിംഗുലർ ആയതുകൊണ്ട് എസ് ഓർ ഇ എസ് ഫോമിലായിരിക്കും ഇടുന്നത്. അതേ സമയത്ത് പ്ലൂറൽ ആയിട്ടുള്ള ദേ എന്നൊക്കെയാ വന്നെങ്കിൽ നമ്മൾ ഇ എസ് ഓർ എസ് ഫോമിൽ എഴുതില്ല. ദേ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ് എന്നാണ്. ഓക്കെ ആണോ? സിമ്പിൾ പ്രസന്റ് ഓക്കെ ആണോ? ഓക്കെ. ഇനി സിമ്പിൾ പ്രസന്റ് തന്നെ ഇൻട്രോഗേറ്റീവ് സ്ട്രക്ചർ, അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇൻട്രോഗേറ്റീവ് സ്ട്രക്ചർ അറിയാലോ, ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നാണ് അർത്ഥം. ക്വസ്റ്റ്യൻ ടൈപ്പ് സ്ട്രക്ചറാണ് ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ. ഓക്കെ. അതും സെയിം തന്നെ ഡു ഓർ ഡസ് യൂസ് ചെയ്യുന്നു. നമ്മുടെ സബ്ജക്റ്റ് ഉണ്ട്. ആദ്യം ഡു ഓർ ഡസ് ആണ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സബ്ജക്റ്റ്, അത് കഴിഞ്ഞാണ് വി വൺ. യൂഷ്വലി സിമ്പിൾ പ്രസന്റിൽ സബ്ജക്ട് പ്ലസ് വി വൺ ആണ്. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഡു ഓർ ഡസ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പിന്നെ നമ്മുടെ വി വൺ ഫോം ആണ് കേട്ടോ. നോക്കിയേ നമ്മുടെ എക്സാമ്പിൾസ് നോക്കിയേ. ഡു യു റീഡ് ന്യൂസ് പേപ്പേഴ്സ് ഡെയിലി. ഡു യു റീഡ് ന്യൂസ് പേപ്പേഴ്സ് ഡെയിലി. അപ്പൊ ആദ്യം കണ്ടോ ഡു ഓർ ഡസ്, അതിലെ ഡു ആണ് വന്നേക്കുന്നത് അല്ലെ? സബ്ജക്റ്റ് എന്താണ് അവിടെ? യു. നിങ്ങളെന്നുള്ളതാണ് അവിടുത്തെ സബ്ജക്റ്റ്. വേർബ് എന്താണ് അവിടുത്തെ? വേർബ് എന്ന് പറഞ്ഞാൽ അറിയാലോ ആക്ഷൻ വേർഡ്. വേർബ് എന്താണ്? ആക്ഷൻ വേർഡ് ആണ്. ഇവിടുത്തെ വേർബ് റീഡ് എന്നുള്ള ഒരു ആക്ഷൻ ആണ്. റീഡ് എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തിയാണ് ഇവിടുത്തെ ആക്ഷൻ വേർഡ്. അപ്പൊ ഡു യു റീഡ് ന്യൂസ് പേപ്പേഴ്സ് ഡെയിലി എന്ന് പറയുമ്പം ഡു എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് ആണ്. പിന്നെ സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് എന്ത്? യു. വേർബ് ആണ് റീഡ്. അപ്പൊ ഡു യു റീഡ് ന്യൂസ് പേപ്പേഴ്സ് ഡെയിലി. അപ്പൊ ഒരു ചോദ്യമാണ്. അപ്പൊ എന്താണ് അതിൽ ഓബ്വിയസ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് റൈറ്റ് ചെയ്യുന്ന പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വേണം. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പൊ പലപ്പോഴും നമ്മൾ എ ബി സി ഡി എന്ന് ഓപ്ഷൻ കാണുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ കറക്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യും. ചിലപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ മാർക്ക് മിസ്സിങ് ആയിരിക്കും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടാമത്തെ എക്സാമ്പിൾ ഉണ്ടോ? ഡസ് ഷീ. ഷീ എന്നുള്ളത് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് ഡസ് വന്നത്. ഡസ് ഷീ വർക്ക് ഇൻ എ ബാങ്ക്. ഡു ദേ കണ്ടോ? ദേ വന്നുകൊണ്ടാണ് ഡു വന്നത്. ഡു ദേ പ്ലേ ഫുട്ബോൾ. നമ്മൾ ഐയുടെ കേസ് പറഞ്ഞല്ലോ, ഐ സിംഗുലർ ആണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞു ഡു ആണ് ആഡ് ചെയ്യുന്നത്. അതേപോലെയാണ് യുവിന്റെ കേസ്. യുവും ഐയും എന്താണ്? ഈവൻ ദോ സിംഗുലർ ആണെങ്കിൽ പോലും നമ്മൾ എന്താണ് ഡു ഫോമേ യൂസ് ചെയ്യും. ഡസ്, അതായത് ഇ എസ് ഓർ എസ് ഫോം നമ്മൾ യൂസ് ചെയ്യില്ല. ഓക്കെ. അപ്പൊ അതാണ് ഐയും യുവിന്റെ ഒരു പ്രത്യേകത. അപ്പൊ സിമ്പിൾ പ്രസന്റ് ഇൻട്രോഗേറ്റീവ് സ്ട്രക്ചർ വന്നപ്പോ കണ്ടോ ഡു ഓർ ഡസ് പ്ലസ് സബ്ജക്ട് പ്ലസ് വി വൺ. അടുത്ത നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് സ്ട്രക്ചർ. അതിന് നെഗറ്റീവ്, അതായത് ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നെ നെഗറ്റീവ് സ്ട്രക്ചർ വരുന്നതാണ്. അപ്പം ആ നെഗറ്റീവ് സ്ട്രക്ചർ വരുമ്പോൾ എന്താണ്? എക്സാമ്പിൾസ് ആണ്. Do you not understand the question? Do you not understand the question? Does she not work here? Do they not attend the meeting? അപ്പൊ സെയിം തന്നെ ഡു ഓർ ഡസ് ആദ്യം വരും, പിന്നെ സബ്ജക്റ്റ് വരും. സബ്ജക്റ്റിന് ശേഷം നോട്ട് ആഡ് ചെയ്യും, പിന്നെ വി വൺ ഫോമോ, പിന്നെ നമ്മുടെ മാൻഡേറ്ററി തിങ് ക്വസ്റ്റ്യൻ മാർക്ക്. യു വന്നപ്പോ കണ്ടോ ഡു ആയി, ഷീ വന്നപ്പോ ഡസ് ആയി, ഡേ വന്നപ്പോഴും ഡു ആയി അല്ലേ? അപ്പൊ ഡു ഓർ ഡസ് ആദ്യം വരും, പിന്നെ നമ്മുടെ സബ്ജക്റ്റ്.
സബ്ജക്റ്റ് ഉണ്ടോ, യു, ഷീ, ദേ, ഇതൊക്കെയാണ് സബ്ജക്റ്റ്. പിന്നെ നോട്ട് വന്നു, അതിനുശേഷം നോട്ട് വന്നു, പിന്നെ നമ്മുടെ V1 ഫോം, ഫസ്റ്റ് ഫോം ഓഫ് വേർബും വന്നു. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. സിമ്പിൾ പ്രസന്റിന്റെ ഒരു ഫോർമാറ്റ് മനസ്സിലായല്ലോ. ബേസ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് പ്ലസ് V1 ഫോം ആണ്. നെഗറ്റീവ് ആകുമ്പോൾ ഡു ഓർ ഡസ് വരും. ഷീ ഓർ ഹി അങ്ങനത്തെ സിംഗുലർ ആണെങ്കിൽ ES ഓർ S ഫോമിൽ വരും. I and you സിംഗിൾ ആണെങ്കിൽ പോലും അത് ES ഫോമിൽ വരില്ല. ദേ പോലുള്ള പ്ലൂറൽസ് എന്താണ്, അതിൽ ഡു അങ്ങനത്തെ സിംഗുലർ ഫോംസേ വരുള്ളൂ. പ്ലൂറൽ ഫോം ആയിട്ടുള്ള ദേയിൽ സിംഗുലർ ഫോം ആയിട്ടുള്ള ഡൂവേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പോസിറ്റ് ആണ്, അങ്ങനെ ചിന്തിച്ചാൽ മതി. എക്സെപ്ഷൻ വരുന്നത് ഐക്കും യുവും. ഓക്കെ, ഐക്കും യുവിനും എക്സെപ്ഷൻ വരും. ബാക്കിയെല്ലാം സിംഗുലർ ഫോമിന് ES ഇട്ടും മറ്റേതിന് അല്ലാതെയുമാണ്. സബ്ജക്റ്റും V1 ഫോം ആണ് സിമ്പിൾ പ്രസന്റിൽ വരുന്നത്. ഇൻട്രോഗേറ്റീവ് ആകുമ്പോൾ ക്വസ്റ്റ്യനിങ് ഫോം ആണ്, ക്വസ്റ്റ്യൻ മാർക്ക് മസ്റ്റ് ആണ്. നെഗറ്റീവിൽ നോട്ടും ആഡ് ചെയ്യണം. അപ്പം ഇതുവരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിലോട്ട് പോവാം. നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് എളുപ്പമാണ്. ഇത് തന്നെ സെയിം, സബ്ജക്റ്റ് പ്ലസ് പ്രസന്റ് അല്ലേ, പ്രസന്റ് ആയതുകൊണ്ട് ആം ഓർ ഈസ് ഓർ ആർ ആണ്, പ്ലസ് VING ഫോം. പ്രസന്റ് കണ്ടിന്യൂസ് എളുപ്പമാണ്. എന്താണ് പ്രസന്റ് കണ്ടിന്യൂസിൽ ആദ്യത്തെ എന്താണ്, സബ്ജക്റ്റ് ആണ്. നമ്മുടെ എല്ലാത്തിലും സബ്ജക്റ്റ് ആണ് ആദ്യം, അതേപോലെ തന്നെ ഇതിലും സബ്ജക്റ്റ് ആണ് ആദ്യം. പിന്നെ വരുന്നത് എന്താണ്, പിന്നെ വരുന്നത് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് VING ഫോം. അറിയാലോ, പ്രസന്റ് ആയതുകൊണ്ട് തന്നെ ആം ഓർ ഈസ് ഓർ ആർ ആണ് വരുന്നത്. പിന്നെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് VING ഫോം ആണ് വരുന്നത്. പിന്നെ സബ്ജക്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാത്തിലും സബ്ജക്റ്റ് ഇമ്പോർട്ടന്റ്. എക്സാമ്പിൾസ് നോക്ക്, ഷീ ആണ് അല്ലേ, ഷീ ആണ്. ഷീ ഈസ് വാക്കിംഗ് ഇൻ എ ബാങ്ക്. ഷീ ആയതുകൊണ്ട് തന്നെ എന്താണ്, സിംഗുലർ ആണ്, അപ്പൊ ഈസ് ആണ്. വാക്കിംഗ് കണ്ടോ, സബ്ജക്റ്റ് ഷീ, അത് കഴിഞ്ഞിട്ട് ആം ഓർ ഈസ് ഓർ ING ഫോമിൽ ഈസ്, പിന്നെന്താണ് വേർബ്, എന്താണ് വർക്കാണ്, വർക്കാണ് എന്ത് വേർബ്. പിന്നെ ING വരുമ്പോ വാക്കിംഗ് ഇൻ എ ബാങ്ക് എന്ന് വരും. കണ്ടോ, അടുത്ത എക്സാമ്പിള് സബ്ജക്റ്റ് എന്താണ്, ഐ ആണ്. ഐ വരുമ്പോ എന്താണ്, ആം ആണ് വരണ്ടേ അല്ലേ. പിന്നെ സ്റ്റഡി ആണ് എന്ത്, വേർബ്, അപ്പൊ സ്റ്റഡിയിങ് ING ഫോം. കണ്ടിന്യൂസ് അല്ലേ, അപ്പൊ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഗ്രാമർ അല്ലേ, ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഗ്രാമർ. നെക്സ്റ്റ് സബ്ജക്റ്റ് എന്താണ്, ദേ ആണ് അല്ലേ. ദേ വരുമ്പോ എന്താ, ആറല്ലേ വരണ്ടേ. ഷീ വരുമ്പം സിംഗുലർ ആണ്, ഈസ് വരും, ഹി ഈസ്. ഐ വരുമ്പോ ഐ ആം അല്ലേ. ദേ വരുമ്പോ എന്താണ്, ദേ വരുമ്പം ആറാണ് അല്ലേ, പ്ലൂറൽ അല്ലേ, ദേ ആർ. ദേ സബ്ജക്റ്റ് ആർ ഫോം വന്നു. പിന്നെ പ്ലേ ആണ് വേർബ് അല്ലേ, ആക്ഷൻ വേർഡ് ഇവിടെ പ്ലേ ആണ്, വേർബ് പ്ലേ ആണ്. പിന്നെ ING ഫോം അല്ലേ, കണ്ടിന്യൂസ് ആയതുകൊണ്ട് എന്താണ്, പ്ലേയിങ് ആണ്. അപ്പം ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. അപ്പം ഈ നെഗറ്റീവ് വരുമ്പോ സെയിം തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഈ സെയിം സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് എന്താണ്, ഒരു നോട്ടും കൂടെ വരും അല്ലെ. നെഗറ്റീവ് ആകുമ്പോൾ ഒരു നോട്ട് കൂടെ വരും. നോട്ട് വന്നിട്ട് പ്ലസ് VING ഫോം. വി വേർബ് ING ഫോം എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഷീ ഈസ് നോട്ട് വർക്കിംഗ് ടുഡേ, ഐ ആം നോട്ട് സ്ലീപ്പിംഗ് നൗ, ദേ ആർ നോട്ട് വാച്ചിങ് ടെലിവിഷൻ. സെയിം സാധനത്തിന്റെ കൂടെ ING വരും, സബ്ജക്റ്റ് വരും, ആം ഓർ ഈസ് ഓർ ആർ വരും, അതിന്റെ കൂടെ എന്ത് വരും, ഒരു നോട്ടും വരും, പിന്നെ ING ഫോമും വരും. ഓക്കെ, ഇതിന്റെ സെയിം തന്നെ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഇൻട്രോഗേറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇൻട്രോഗേറ്റീവ് വരുമ്പോ എന്താവും, മുമ്പേ എന്തായിരുന്നു, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ആം ഓർ ഈസ് ഓർ ആർ അല്ലായിരുന്നോ. ഇവിടെ ആദ്യമാണ് ആം ഓർ ഈസ് ഓർ ആർ. കണ്ടോ ചേഞ്ച്, മനസ്സിലായോ. നോർമൽ പ്രസന്റ് കണ്ടിന്യൂസിൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടായിരുന്നു ആം ഓർ ഈസ് ഓർ ആർ. ഇൻട്രോഗേറ്റീവ് അതായത് ക്വസ്റ്റ്യനിങ് ആയിട്ട് വരുമ്പോ എന്തായിരിക്കും, ക്വസ്റ്റ്യനിങ് ആയിട്ട് വരുമ്പം ആദ്യം ആം ഓർ ഈസ് ഓർ ആർ വരും, അതിന് ശേഷമായിരിക്കും നമ്മുടെ മെയിൻ സബ്ജക്റ്റ് വരുന്നത്, പിന്നെ ING ഫോം. കണ്ടോ, ഷീ ഈസ് വാക്കിംഗ് ഇൻ ദ ഓഫീസിന് പകരം ഇൻട്രോഗേറ്റീവ് ആയപ്പോ എന്തായി, ഈസ് ഷീ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലേ. യൂഷ്വലി എന്താണ്, ഷീ ഈസ് വർക്കിംഗ് ഇൻ ദ ഓഫീസ് എന്നാണ് പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇൻട്രോഗേറ്റീവ് ആകുമ്പോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എന്താ, ഈസ് ഷീ വർക്കിംഗ് ഇൻ ദ ഓഫീസ്, അവള് ഓഫീസിലാണോ വർക്ക് ചെയ്യുന്നത്.
ആർ ദേ പ്ലേയിങ് ഫുട്ബോൾ? അവർ ഫുട്ബോൾ കളിക്കുകയാണോ? കണ്ടോ, ആർ ആദ്യം വന്നു. നേരത്തെ എന്തായിരുന്നു? ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ ആണെന്ന്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോ ദേ ആറ് മാറി എന്തായി? ആർ ദേ ആയി അല്ലെ? ദേ ആറ് മാറി എന്തായി? ആർ ദേ ആയി. ആർ ദേ പ്ലേയിങ് ഫുട്ബോൾ അല്ലെ? പിന്നെ നമ്മൾ നോർമൽ ആയിട്ട് പറയുമ്പോ എന്താ പറയാ? ഐ ആം ഡിസ്റ്റർബിങ് യു എന്നല്ലേ? ഐ ആം ഡിസ്റ്റർബിങ് യു എന്ന് പറയും. പക്ഷേ ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ, ഞാൻ നിനക്ക് ശല്യമാണോ എന്ന് ചോദിക്കില്ലേ, ഞാൻ നിന്നെ ശല്യപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കില്ലേ? അതെങ്ങനെയാണ്? തിരിക്കും. ആം ഐ ഡിസ്റ്റർബിങ് യു അല്ലെ? ഇൻട്രോഗേറ്റീവ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ ആം ഓർ ഈസ് ഓർ ആർ ആണ് ആദ്യം വരുന്നത് അല്ലെ? ആം, ആം. പിന്നെന്താണ്? സബ്ജക്റ്റ് ആണ് ഐ. അപ്പം ആം ഐ. പിന്നെന്താണ്? വി ഐ എൻ ജി ഫോം. വി ആണ് എന്ത്? ഡിസ്റ്റർബ്. ഐ എൻ ജി ആകുമ്പോൾ ഡിസ്റ്റർബിങ് യു. ആം ഐ ഡിസ്റ്റർബിങ് യു. ഇവിടെ ഐയും യു ഉണ്ട്, പക്ഷെ നമ്മുടെ സബ്ജക്റ്റ് ഏതാ? ഐ അല്ലേ? ആം കഴിഞ്ഞിട്ടുള്ള ഐ അല്ലേ നമ്മുടെ സബ്ജക്റ്റ് കേട്ടോ. ആം ഐ ഡിസ്റ്റർബിങ് യു. ഐ ആണ് ഇവിടെ സബ്ജക്റ്റ്, പിന്നെ ആം. പിന്നെ ഇത് തന്നെ നോട്ട് നെഗറ്റീവ് ആകുമ്പോൾ എളുപ്പമല്ലേ, ഒരു നോട്ട് അങ്ങ് ചേർത്താൽ മതി അതിൻ്റെ കൂടെ. ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് നോട്ട് പ്ലസ് ഐ എൻ ജി. നമ്മുടെ സെയിം ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യനിലെ പോലെ ആം ഓർ ഈസ് ഓർ ആർ വരും, പിന്നെ അതിൻ്റെ കൂടെ ഒരു പ്ലസ്, അത് കഴിയുമ്പോൾ സബ്ജക്റ്റ് വരും, അത് കഴിയുമ്പോൾ നോട്ട് വന്നിട്ടായിരിക്കും ഐ എൻ ജി ഫോം. ഇൻട്രോഗേറ്റീവില് നോട്ട് ഇല്ലെന്നേ ഉള്ളൂ, ഇതിൽ നോട്ട് വന്നിട്ടായിരിക്കും ഐ എൻ ജി ഫോം. ഓക്കെ. ഷീ ഈസ് നോട്ട് വർക്കിംഗ് ടുഡേ. ഐ എം നോട്ട് സ്ലീപ്പിംഗ് നൗ. ദേ ആർ നോട്ട് വാച്ചിങ് ടെലിവിഷൻ. അപ്പം അത് കഴിഞ്ഞു. ഓക്കെ, ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ? എനി ഡൗട്ട്സ്? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ. ആ, ഓക്കെ. അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് V3 ഫോം ആണ്. നമ്മൾ ഓർത്തണേ, എല്ലാത്തിൻ്റെയും പെർഫെക്റ്റ് ഫോമിൽ V3 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ സിമ്പിൾ പ്രസന്റ് ആണെങ്കിലും പാസ്റ്റ് പ്രസന്റ് ആണെങ്കിലും ഫ്യൂച്ചർ പ്രസന്റ് ആണെങ്കിലും എല്ലാ പ്രസന്റ് ഫോമിലും എന്താണ് യൂസ് ചെയ്യുന്നത്? V3 ഫോം ആണ്. അതായത് നമ്മൾ വേറൊരാളുടെ അടുത്ത് പറയുന്നത് പോലെ, അതായത് പ്രസന്റിൽ തന്നെ നമ്മൾ ഒരു തേർഡ് പാർട്ടിനോട് പറയുന്നത് പോലെയാണ് എന്ത്? പ്രസന്റ്. അപ്പൊ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് എഴുതുമ്പോൾ എന്താണ് അതിന്റെ സ്ട്രക്ചർ എഴുതി വെച്ചോ? സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ഫോം ആണ്. എഴുതിയോ? സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ഫോം ആണ് കേട്ടോ. സബ്ജക്ട് കാണും, പിന്നെ ഹാവ് ഓർ ഹാസ് വരും, പിന്നെ V3 ഫോം ആയിരിക്കും. കണ്ടോ? ഷീ ഹാസ് ഫിനിഷ്ഡ് ദ റിപ്പോർട്ട്. ഷീ ഹാസ് ഫിനിഷ്ഡ് ദ റിപ്പോർട്ട്. കണ്ടോ? ഷീ ആണ് എന്ത് ഇവിടുത്തെ സബ്ജക്റ്റ്. ഹാവ് ഓർ ഹാസ് അത് കഴിഞ്ഞ് വന്നു അല്ലെ? ഷീ ഹാസ്. പിന്നെ V3 കണ്ടോ? ഫിനിഷ്ഡ് എന്നുള്ളതാണ് V3 ഫോം. V1 ഫിനിഷ്, V2 ഫിനിഷ്ഡ്, V3യും ഫിനിഷ്ഡ് തന്നെ. അപ്പൊ ഫിനിഷ്ഡ് എന്നുള്ള V3 ഫോം ആണ് എന്ത് അവിടെ വരുന്നത്. കണ്ടോ? V1 V2 V3 ഫോംസ് മാക്സിമം വേർഡ്സിന്റെ നിങ്ങൾ നോക്കി പഠിക്കണം കേട്ടോ. നമ്മളും തരാം മെറ്റീരിയൽസ്, പിന്നെ നിങ്ങൾ യൂട്യൂബിലും അല്ലാതെയൊക്കെ നോക്കിയിട്ട് V1 V2 V3 ഫോംസ് ഒക്കെ കുറേ വേർഡ്സിനെ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ അടുത്തത് കണ്ടോ? ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ അസൈൻമെന്റ്. ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഐ വരുമ്പോ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന? ഹാവ് ആണല്ലേ? ഐയും യു ഒക്കെ വരുമ്പോ ഹാവ് യൂസ് ചെയ്യും. ഷീ ഓർ ഹി ഒക്കെ വരുമ്പോ ഹാസ് യൂസ് ചെയ്യും. ദേ പോലുള്ള പ്ലൂറൽ വരുമ്പോ ഹാവ്. അതായത് പ്ലൂറൽ വരുമ്പം ഹാവും സിംഗുലർ വരുമ്പോ ഹാസും ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഐയും യുവും ഈവൻ ദോ സിംഗുലർ ആണെങ്കിൽ പോലും നമ്മൾ എന്താണ് അതിനെ ഹാവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഐയും യുവും എന്താണ് എല്ലാത്തിലും എക്സെപ്ഷൻസ് ആണ് അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഐയും യുവും എക്സെപ്ഷൻസ് ആണെന്നുള്ള കാര്യം. അപ്പം ഐ ഹാവ് കംപ്ലീറ്റഡ്. ഐ സബ്ജക്ട്, ഹാവ്, ദെൻ V3 ഫോം എന്താണ്? കംപ്ലീറ്റഡ് മൈ അസൈൻമെന്റ്. പിന്നെ ദേ വന്നു, ദേ പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് വന്നു. ദേ ഹാവ് വിസിറ്റഡ് ഡൽഹി. ദേ സബ്ജക്ട്, ഹാവ്,
പ്ലസ് V3 ഫോം എന്താണ്? വിസിറ്റഡ് അല്ലേ? ദേ ഹാവ് വിസിറ്റഡ് ഡൽഹി. ഇപ്പൊ നെഗറ്റീവ് സ്ട്രക്ചറിലോട്ട് വരുമ്പോൾ സെയിം തന്നെ സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് നോട്ട് പ്ലസ് V3 ഫോം. നമ്മുടെ സെയിം അഫോർമേറ്റീവ് സെന്റൻസിന്റെ കൂടെ എന്ത് വരും? ഒരു നോട്ടും കൂടെ വന്നാൽ നെഗറ്റീവ് ഫോം ആവും അല്ലേ? She has not finished the report. I have not completed the assignment. They have not arrived yet. അതായത് സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് നോട്ട് പ്ലസ് V3 ഫോം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റിന്റെ ഇൻട്രോഗേറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് നോക്കാം. അപ്പം ഈ ഇൻട്രോഗേറ്റീവ് സ്ട്രക്ചറിൽ വരുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ ഓൾറെഡി എല്ലാത്തിലും പറഞ്ഞ പോലെ എന്താ തിരിയും. സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് എന്നുള്ളത് എന്താവും? ഹാവ് ഓർ ഹാസ് പ്ലസ് സബ്ജക്ട് പ്ലസ് V3 എന്നാവും. അതായത് സബ്ജക്ട് കഴിയുമ്പോഴായിരുന്നു എന്ത്? അഫോർമേറ്റീവില് ഹാവ് ഓർ ഹാസ് പിന്നെ V3. പക്ഷെ ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താവും? ഹാവ് ഓർ ഹാസ് കഴിഞ്ഞിട്ടാവും സബ്ജക്ട്. നേരത്തെ സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്താവും? ഹാവ് ഓർ ഹാസ് പ്ലസ് സബ്ജക്ട് പ്ലസ് V3 ഫോം ആവും. അതായത് ഒന്ന് തിരിയും, സംഭവങ്ങൾ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തിട്ട് V3 ഫോം വരും. കണ്ടോ? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഹാഡ് ഷീ ഫിനിഷ് ദ റിപ്പോർട്ട്. നമ്മൾ വേറൊരാൾ ചോദിക്കുക, അവൾ റിപ്പോർട്ട് ഫിനിഷ് ചെയ്തോ? അതായത് അതും പ്രസന്റിൽ നടക്കുന്ന കാര്യം തന്നെ അല്ലേ? അവള് ഫിനിഷ് ചെയ്തോ എന്ന് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ വേറൊരാളോട് ചോദിക്കുന്ന പോലല്ലേ? അപ്പൊ അങ്ങനെ വേറൊരാളോട് ചോദിക്കുന്നത് പോലെ ആയതുകൊണ്ടാണ് എന്ത് നമ്മൾ V3 ഫോം ആയിട്ടുള്ള ഫിനിഷ്ഡ് എന്നൊന്ന് യൂസ് ചെയ്യുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആദ്യം തന്നെ എന്താണ്? ഹാവ് ഓർ ഹാസ് ആണ് വരുന്നത്. അതാണ് ഹാസ് എന്ന് വന്നേക്കുന്നത് അല്ലെ? ഷീ ആയതുകൊണ്ടാണ് എന്ത്? ഹാസ് വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ആണ് എന്ത്? ഷീ. അപ്പൊ ഷീ ആയതുകൊണ്ട് തന്നെ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് പോലെ എന്താ വന്നേക്കുന്നത്? ഹാസ്. ഹാഡ് ഷീ. വേറൊരാളോട് ചോദിക്കും, അപ്പൊ V3 ഫോം ആണ് അല്ലെ? ഹാസ് ഷീ ഫിനിഷ്ഡ് ദ റിപ്പോർട്ട്? ഹാവ് യു കംപ്ലീറ്റഡ് ദ അസൈൻമെന്റ്? ഹാവ് ദേ അറൈവ്ഡ്? ഹാവ് ദേ അറൈവ്ഡ്? ദേ വന്നോണ്ട് ഹാവ് വന്നല്ലേ? ഹാവ് പിന്നെന്താണ്? ദേ എന്നുള്ളത് എന്താണ്? സബ്ജക്റ്റ് ആണ് അല്ലെ? ഹാവ് ദേ അറൈവ്ഡ്. അപ്പം അങ്ങനെയാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വരുന്നത്. നെക്സ്റ്റ് നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് സ്ട്രക്ചറിലും സെയിം തന്നെ ഹാവ് ഓർ ഹാസ് പ്ലസ് സബ്ജക്ട് പ്ലസ് നോട്ട് പ്ലസ് V3 ഫോം. നമ്മുടെ നോർമൽ ഇൻട്രോഗേറ്റീവ് ആകുമ്പോൾ എന്താവും? ആദ്യം ഹാവ് ഓർ ഹാസ് വരും ക്വസ്റ്റ്യൻ ഫോം പോലെ, പിന്നീടായിരിക്കും നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്, പിന്നീടായിരിക്കും എന്ത്? തേർഡ് ഫോം ഓഫ് ദ വേർബ് വരുന്നത്. പക്ഷെ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് ആകുമ്പം ഹാവ് ഓർ ഹാസ് കഴിഞ്ഞ് സബ്ജക്റ്റും കഴിഞ്ഞ് പിന്നീട് ഒരു നോട്ടും കാണും, പിന്നായിരിക്കും V3 ഫോം വരുന്നത്. ഹാസ് ഷീ നോട്ട് ഫിനിഷ്ഡ് ദ വർക്ക്? ഹാസ് വന്നു, പിന്നെന്താണ്? നമ്മുടെ സബ്ജക്റ്റ് ഷീ ആണ്. ഷീ ആയതുകൊണ്ടാണ് ഹാസ് വന്നത് അല്ലെ? ഷീ സിംഗുലർ ആണ്, അതുകൊണ്ട് ഹാസ് വന്നു. ഹാസ് സബ്ജക്റ്റ് ഷീ, പിന്നെ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവിലെ നോട്ട്, പിന്നെന്താണ്? V3 ഫോം ഫിനിഷ്ഡ് ദ റിപ്പോർട്ട്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആയിട്ടും എന്താണ് V3 ഫോം വരാൻ കാരണം? നമ്മൾ വേറൊരാളോട് പറയുന്നത് പോലെയാണ്. പ്രസന്റിൽ നടക്കുന്നത് തന്നെ നമ്മൾ വേറൊരാളോട് ചോദിക്കുന്നു, അതുകൊണ്ടാണ് നമ്മൾ എന്താണ് V3 ഫോം ആയിട്ട് എടുക്കുന്നത്. അപ്പം എല്ലാ പെർഫെക്റ്റ് ഫോമിന്റെയും, ഇപ്പൊ ഈവൻ പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലും ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും പെർഫെക്റ്റ് ഫോംസ് എന്തായിരിക്കും? V3 ഫോം ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് വരുമ്പോൾ ഹാവ് ഓർ ഹാസ് പ്ലസ് അവിടുത്തെ സബ്ജക്റ്റ് പ്ലസ് നോട്ട് പ്ലസ് V3 ഫോം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആയിരുന്നെങ്കിൽ നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യായിരുന്നു. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞു, ഈ പ്രസന്റ് പെർഫെക്റ്റിൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നടന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ്? ING ഫോം വരും അല്ലെ? കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ING ഫോം വരും. അപ്പൊ അതിന്റെ എന്താ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് നമ്മൾ എല്ലാത്തിലെയും പോലെ സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് അല്ലേ? നമ്മൾ പറഞ്ഞു പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോൾ എന്താണ് അവിടെ വരുന്നത്? ഹാവ് ഓർ ഹാസ് വരും. പിന്നെ കണ്ടിന്യൂസ് ആണ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ബീൻ വരും പ്ലസ് VING ഫോം അല്ലേ? കണ്ടിന്യൂസ് അല്ലേ? അപ്പൊ VING അല്ലേ ഫോം വരുന്നേ? അതായത് ING ഫോം ഓഫ് ദ വേർബ് അല്ലെ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ എന്ത്?
ING ഫോം ഓഫ് ദ വേർബ് ആണ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് വരുന്നത്. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് എന്ത് ബീൻ വരുന്നത് അല്ലേ. മുമ്പേ പ്രസന്റ് പെർഫെക്റ്റ് വന്നപ്പോൾ എന്തായിരുന്നു? V3 ഫോം ആയിരുന്നു അല്ലേ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വന്നപ്പോൾ എന്തായി? ബീൻ പ്ലസ് ING ഫോം ആയി. നേരത്തെ ജസ്റ്റ് V3 ഫോം മതിയായിരുന്നു. ഇപ്പൊ V3 ഫോം അല്ല, എന്താണ് അതിന് പകരം? ബീൻ പ്ലസ് ING ഫോം ആണ്. കാരണം എന്താ? കണ്ടിന്യൂസ് ആകുമ്പോൾ നമുക്ക് V3 ഫോം എഴുതാൻ പറ്റുമോ? ഇല്ല, ING ഫോം അല്ലേ എഴുതാൻ പറ്റുള്ളൂ. V3 ഫോം എഴുതിയ തെറ്റല്ലേ. പെർഫെക്റ്റിനാണ് V3 ഫോം. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ING ഫോം തന്നെ എഴുതണം. അപ്പൊ എന്താണ്? പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ബീൻ പ്ലസ് ING ഫോം ആണ്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾസ് എന്താണ്? ഷീ ഹാസ് ബീൻ സ്റ്റഡിങ് ഫോർ 2 hours. അപ്പം സബ്ജക്റ്റ് എന്താണ്? ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഹാവ് ഓർ ഹാസ് വന്നു അല്ലേ. ഇവിടെ ഷീ ആയതുകൊണ്ട് എന്താണ്? ഹാസ് ആണ് വരുന്നത്. ഷീ ആയതുകൊണ്ട് ഹാസ് വന്നു. പിന്നെ ബീൻ വന്നു അല്ലേ. പിന്നെ വേർബിന്റെ കൂടെ ING ഫോം വന്നു, സ്റ്റഡിങ്. അപ്പൊ സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ട് തന്നെ എന്താണ്? ഹാസ് ആണ്. പിന്നെ ബീൻ വന്നു. പിന്നെ എന്താണ്? വേർബ് സ്റ്റഡി എന്നുള്ളതാണ് വേർബ്. അതിൻ്റെ കൂടെ ING വന്നപ്പോൾ സ്റ്റഡി ഫോർ 2 hours. ഷീ ഹാസ് ബീൻ സ്റ്റഡിങ് ഫോർ 2 hours. നെക്സ്റ്റ് ഉണ്ടോ? ഐ ഹാവ് ബീൻ റീഡിങ് ദിസ് ബുക്ക്. ഐ ആണ് നമ്മുടെ സബ്ജക്റ്റ്. ഐ വരുമ്പോൾ നമുക്കറിയാം എന്താണ്? ഹാവ് എഴുതണം അല്ലേ. അപ്പം ഐ ഹാവ്. അപ്പം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് എന്താണ്? ബീൻ ആണ് എഴുതേണ്ടത് അല്ലേ. ഐ ഹാവ് ബീൻ. പിന്നെ ING ഫോം ആണ് റീഡിങ് ദിസ് ബുക്ക്. ഐ ഹാവ് ബീൻ റീഡിങ് ദിസ് ബുക്ക്. They have been working since morning. They subject have. They ആയതുകൊണ്ട് പ്ലൂറൽ ആയതുകൊണ്ട് എന്താണ്? ഹാവ് ആണ്. പിന്നെ ബീൻ. They have been. പിന്നെ എന്താണ്? ING ഫോം വർക്കിംഗ് സിൻസ് മോർണിംഗ്. പിന്നെ നെഗറ്റീവ് വരുമ്പോൾ എന്താണ്? നെഗറ്റീവ് വരുമ്പം സബ്ജക്റ്റ് അതിനോട് ഹാവ് ഓർ ഹാസ് പ്ലസ് നോട്ട് പ്ലസ് ബീൻ ING ഫോം ആണ്. കണ്ടോ? അഫോർമേറ്റീവ് സെന്റൻസിൽ എന്തായിരുന്നു? സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ആയിരുന്നു. ഇവിടെ എന്താണ്? നോട്ട് ബീൻ ആയിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. വേറെ വ്യത്യാസം ഉള്ളത് നോട്ട് ബീൻ ആയി. സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് നോട്ട് പ്ലസ് ബീൻ പ്ലസ് ING ഫോം. ഷീ ഹാസ് നോട്ട് ബീൻ സ്റ്റഡിങ് ടുഡേ. ഐ ഹാവ് നോട്ട് ബീൻ സ്ലീപ്പിംഗ് വെൽ. ദേ ഹാവ് നോട്ട് ബീൻ വർക്കിംഗ് പ്രോപ്പർലി. ദേ എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ്. പിന്നെ ഹാവ് വന്നു. പിന്നെ എന്താണ്? നെഗറ്റീവ് ആയതുകൊണ്ട് നോട്ട് വന്നു. പിന്നെ നമ്മുടെ ബീൻ പ്ലസ് ING ഫോം, അതായത് വർക്കിംഗ് പ്രോപ്പർലി. അപ്പം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇത്രേ ഉള്ളൂ. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എന്താണ് മെയിൻ? സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ. അപ്പം ഹാവ് ഓർ ഹാസ് വേണം. പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ. അപ്പൊ എന്താണ്? ബീൻ പ്ലസ് ING ഫോം ആണ്. സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം. ഇതൊക്കെ മെയിൻ ആണ് നമ്മുടെ ക്ലീ എക്സാമിന്. ഇംഗ്ലീഷിൽ ഗ്രാമറിൽ കൂടുതലും വരുന്ന ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഈ റൂൾസ് കൃത്യമായി എന്തിൻ്റെ കൂടെ ചേരണം എന്നുള്ള റൂൾസ് പഠിച്ചു വെച്ചാൽ സുഖമായിട്ട് എഴുതാവുന്നുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പം നെക്സ്റ്റ് എന്താണ്? സെയിം തന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഇന്ററോഗേറ്റീവ് ഫോം. ഇന്ററോഗേറ്റീവ് ഫോം എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിങ് ഫോം. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഇന്ററോഗേറ്റീവ് സെന്റൻസ് പറഞ്ഞ സെയിം രീതി തന്നെ. നേരത്തെ സബ്ജക്റ്റ് കഴിയുമ്പോൾ ഹാവ് ഓർ ഹാസ് ആയിരുന്നു. ഇവിടെ എന്താണ്? ഹാവ് ഓർ ഹാസ് കഴിയുമ്പോൾ സബ്ജക്റ്റ് വരുന്നു. എല്ലാ അഫോർമേറ്റീവ് സെന്റൻസും ഇന്ററോഗേറ്റീവ് സെന്റൻസും തമ്മിൽ എന്താ വ്യത്യാസം? എന്താണ്? സാധാരണ സബ്ജക്റ്റ് കഴിയുമ്പോൾ ഹാവ് ഓർ ഹാസ് ആണ്. ഇന്ററോഗേറ്റീവ് അതായത് ക്വസ്റ്റ്യനിങ് സെന്റൻസിന് എന്താണ്? ഹാവ് ഓർ ഹാസ് കഴിയുമ്പോൾ സബ്ജക്റ്റ് ആയിരിക്കും. തിരിയും. വേറെ നമുക്ക് എളുപ്പമാണ് പഠിക്കാൻ. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് അഫർമേറ്റീവ് സെന്റൻസ് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഇന്ററോഗേറ്റീവ് കിട്ടും. കാര്യം എന്താണ്? സെയിം സാധനം അങ്ങോട്ട് തിരിച്ചാൽ മതി. ഹാവ് ഓർ ഹാസ് ഫ്രണ്ടിലാക്കിയിട്ട് സബ്ജക്റ്റ് രണ്ടാമതാക്കി ഇന്ററോഗേറ്റീവ് ആണ്. കണ്ടോ? ഹാവ് ഓർ ഹാസ് പ്ലസ് സബ്ജക്ട് പ്ലസ് ബീൻ പ്ലസ് ING ഫോം. ഹാസ് ഷീ. നമ്മൾ ഷീ ഹാസ് എന്ന് പറയുന്നിടത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താവും? ഹാസ് ഷീ ആവും അല്ലെ. ഹാസ് ഷീ ബീൻ സ്റ്റഡിങ് ഫോർ 2 hours? ഹാവ് യു ബീൻ വെയിറ്റിംഗ് ലോങ്? ഹാവ് ദേ ബീൻ വർക്കിംഗ് ടുഡേ? കണ്ടോ? ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ഇന്ററോഗേറ്റീവ് സ്ട്രക്ചറിലോട്ട് അത് മാറി. സെയിം തന്നെ നെഗറ്റീവ് ഇന്ററോഗേറ്റീവ് ആകുമ്പോൾ എന്താവും? ഹാവ് ഓർ ഹാസ് പ്ലസ് സബ്ജക്ട് പ്ലസ് അതിൻ്റെ കൂടെ എന്താണ്? ഒരു നോട്ട് കൂടെ വരും. നെഗറ്റീവ് ആകുമ്പോൾ എന്താണ്? നോട്ട്, നെവർ അതൊക്കെ വരും അല്ലെ. നോട്ട് കൂടെ വരും. പിന്നെ ബീൻ പ്ലസ് ING ഫോം തന്നെ. സെയിം, വലിയ വ്യത്യാസമൊന്നുമില്ല. ഹാസ് ഷീ നോട്ട് ബീൻ സ്റ്റഡിങ് ടുഡേ?
ഹാവ് യു നോട്ട് ബീൻ വെയിറ്റിംഗ് ഫോർ ലോങ്, ഹാവ് ദേ നോട്ട് ബീൻ വർക്കിംഗ് പ്രോപ്പർലി. അപ്പം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിച്ച് ജസ്റ്റ് ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. എന്ത് സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി എന്ന് എഴുതിയ അതിന്റെ നെഗറ്റീവ് ഫോം എഴുതാം. ഇൻട്രോഗേറ്റീവ് ആണെങ്കിൽ എന്താണ്, നേരെ ഹാവ് ഓർ ഹാസ് ഫ്രണ്ടിലാക്കിയിട്ട് സബ്ജക്റ്റ് അങ്ങ് രണ്ടാമാക്കിയാൽ മതി. ഹാവ് ഓർ ഹാസ് പ്ലസ് സബ്ജക്ട് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ഫോം എന്നായി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പ്രസന്റിന്റെ മൊത്തം കഴിഞ്ഞു. സിമ്പിൾ പാസ്റ്റിലോട്ട് പോയാലോ? സിമ്പിൾ പാസ്റ്റിലോട്ട് പോയാലോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ സിമ്പിൾ പാസ്റ്റ് വേറെ ഒന്നുമില്ല, ജസ്റ്റ് സബ്ജക്ട് പ്ലസ് V2 ഫോം. കണ്ടോ, സിമ്പിൾ പ്രസന്റ് ആയിരുന്നപ്പോ എന്തായിരുന്നു, സബ്ജക്ട് പ്ലസ് V1 ഫോം ആയിരുന്നല്ലേ. നമ്മൾ പറഞ്ഞില്ലേ വർക്ക്, റീഡ്, പ്ലേ, അങ്ങനത്തെ ജസ്റ്റ് വേർബ് ആയിരുന്നു. മറ്റേതില്ല, വർക്ക്സ്, പ്ലേസ്, റീഡ്, കുക്സ്, ഡാൻസ്, സിങ്സ്, ഗോ, കം, അങ്ങനത്തെ ഒക്കെ സിമ്പിൾ, അതായത് V1 ഫോം, വേർബിന്റെ ഫസ്റ്റ് ഫോം ആയിരുന്നു എന്ത്, സിമ്പിൾ പ്രസന്റില്. ഇപ്പൊ സിമ്പിൾ പാസ്റ്റിലോ സബ്ജക്ട് പ്ലസ് V2 ഫോം ആണ്. അതായത് റീഡ് എന്താവും, റെഡ് ആവും. കുക്ക് എന്താവും, കുക്ക്ഡ് ആവും. ഡാൻസ് എന്താ, ഡാൻസ്ഡ് ആവും. പിന്നെ ഗോ എന്താവും, വെന്റ് ആവും. കം എന്തായിരിക്കും, കെയിം ആവും. അല്ലെ, അങ്ങനെ V2 ഫോമിലോട്ട് മാറും. സബ്ജക്റ്റ് പഴയതുപോലെ സബ്ജക്റ്റ് കാണും, പിന്നെ V2 കാണും. കണ്ടോ, ഷീ ആണ് സബ്ജക്റ്റ്. V2 എന്താണ്, ഫിനിഷ്ഡ് എന്നോ. നേരത്തെ ഫിനിഷ് എന്നൊക്കെ വരും, ഇനി എന്താ ഫിനിഷ്ഡ് എന്ന് വരും. പിന്നെന്താണ്, നമ്മൾ പ്രസന്റ് പെർഫെക്റ്റില് നമ്മൾ പറഞ്ഞിരുന്നു V3 ഫോം ആണ് അല്ലേ. അതെല്ലാത്തിന്റെയും പെർഫെക്റ്റ് ഫോം അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നില്ലേ. അതായത് പ്രസന്റ് വന്ന എപ്പോഴും V1 ഫോം ആയിരിക്കും, എക്സെപ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷൻസ് അല്ലെ. സിമ്പിൾ പ്രസന്റിനാണെങ്കിൽ V1 ഫോം ആയിരിക്കും, പക്ഷേ പ്രസന്റ് പെർഫെക്റ്റിനാണെങ്കിൽ V3 ഫോം ആയിരിക്കും. സിമ്പിൾ പാസ്റ്റിന് എന്തായിരിക്കും, V2 ഫോം ആയിരിക്കും. അപ്പൊ അധികം മെസ്ഡപ്പ് ആയിട്ട് ചിന്തിക്കേണ്ട. പ്രസന്റിന് V1 ഫോം ആയിരിക്കും, പാസ്റ്റിന് V2 ഫോം ആയിരിക്കും. പക്ഷെ എന്താണ്, പെർഫെക്റ്റ് വരുന്ന സമയത്ത്, അതായത് പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലും എന്തിന്റെയും പെർഫെക്റ്റ് ഫോം വരുമ്പോ എന്തായിരിക്കും, V3 ഫോം ആയിരിക്കും. ഓക്കെ, അത് വേറൊരാളോട് പറയുന്നത് പോലെ നമ്മൾ പറയുന്നതാണ്, അതുകൊണ്ട് V3 ഫോം ആയിരിക്കും. ഓക്കെ, അല്ലാതെ പ്രസന്റിന് V1ഉം പാസ്റ്റിന് V2 ആണ് കേട്ടോ. കൺഫ്യൂഷൻസ് വേണ്ട. പെർഫെക്റ്റിന്റെ കേസ് വരുമ്പോ മാത്രം V3 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കണ്ടോ, സബ്ജക്ട് പ്ലസ് V2 ആണ്. She finished the report yesterday. I visited Delhi last year. They watched a movie. They എന്ന് പറയുന്ന സബ്ജക്ട്, വാച്ച്ഡ് എന്ന് പറയുന്ന എന്താണ്, V2 ഫോം. ഇനി നെഗറ്റീവിലാവുമ്പോ എന്താവും, ഡിഡ് നോട്ട് ആവും അല്ലെ. സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ നമ്മൾ പറഞ്ഞ എന്താണ്, ഡു ഓർ ഡെസ് ആണ് വരുന്നത് അല്ലെ. അല്ലെ, നമ്മൾ പറഞ്ഞിരുന്നു പ്രസന്റിൽ ഡു ഓർ ഡെസ് ആണ് വരുന്നത്. സിംഗുലർ, അതായത് സിംഗുലർ ആയിട്ടുള്ള ഷീക്കും ഹീക്കും ഒക്കെ ഡെസ്സും, പ്ലൂറൽ ആയിട്ടുള്ള ദേയ്ക്കൊക്കെ ഡു, ഐക്കും യുവിനും ഡു ആണ് വന്നുകൊണ്ടിരുന്നത് എന്ത്, പ്രസന്റില്. പക്ഷെ പാസ്റ്റിൽ വരുമ്പോ ഡിഡ് ആണ്. ഡു ഓർ ഡെസിന്റെ പാസ്റ്റ് ആണ് എന്ത്, ഡിഡ്. കേട്ടോ, കേൾക്കുന്നുണ്ടോ, ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഡു ഓർ ഡെസ് പ്രസന്റിലും പാസ്റ്റില് ഡിഡും. കേട്ടോ, ഡു ഓർ ഡെസിന്റെ പാസ്റ്റ് ആണ് ഡിഡ്, അത് നോട്ട് ചെയ്തോണം. എപ്പോ ഡിഡ് എഴുതിയാലും അതെന്താണ്, പാസ്റ്റിന്റെ ആണ് കേട്ടോ. ഷീ ഡിഡ് നോട്ട് ആയി. നോട്ട് വന്നപ്പോ ചുമ്മാ ഷീ നോട്ട് ഫിനിഷ് എന്ന് എഴുതാൻ പറ്റുമോ, തെറ്റല്ലേ. ആ, ഇവിടെ വരുമ്പം നമ്മൾ ഡിഡ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ് ഫോം അല്ലേ. അപ്പൊ നമ്മൾ പിന്നെ വെർബ് V2 ആക്കണ്ട, V1 ഫോമിൽ മതി. ശ്രദ്ധിച്ചോണം, ഇവിടെ ഒരു സാധാരണ അഫർമേറ്റീവും നെഗറ്റീവും പോലെ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. കാര്യം ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് എഴുതും. സബ്ജക്റ്റ് എഴുതിയിട്ട് നെഗറ്റീവ് വരുമ്പോ നമ്മൾ എന്താണ്, നോട്ട് വെറുതെ അല്ല എഴുതുന്നത്, ഡിഡ് നോട്ട് ആവും. നേരത്തെ പ്രസന്റിൽ ഡു ഓർ ഡെസ് ആയിരുന്നു, പാസ്റ്റിൽ വന്നപ്പോ അതെന്തായി, ഡിഡ് ആയി. അപ്പൊ ഡിഡ് നോട്ട് ആണ്.
ഡിഡ് നോട്ട് വരുമ്പോൾ നമ്മൾ ഡിഡ് എന്നുള്ളത് അവിടെ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ V2 എഴുതണ്ട, അപ്പൊ V1 ആയിട്ട് തന്നെ ഇട്ടാൽ മതി. അതായത് ഈവൻ ദോ അത് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ എന്താണ് നെഗറ്റീവ് സെന്റൻസ് എഴുതുമ്പോൾ അവിടെ ഓൾറെഡി ഡിഡ് നോട്ട് എന്നാണ് നെഗറ്റീവ് ഇടുന്നത്. അപ്പൊ ഡിഡ് ഓൾറെഡി പാസ്റ്റിനെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ. ഡിഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ് കാണിക്കുന്നത്, പാസ്റ്റ് ടെൻസ് ആണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ വേർഡിനെ നമ്മൾ സെക്കൻഡ് ഫോമിൽ എഴുതേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് ഫോമിൽ എഴുതിയാൽ മതി. ഇപ്പൊ സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് വരുമ്പോൾ ശ്രദ്ധിക്കണം, ഓൾറെഡി ഡിഡ് നോട്ട് ആണ് എഴുതുന്നത്. ഡിഡ് പാസ്റ്റിനെ സൂചിപ്പിക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ V2 എഴുതണ്ട, V1 ഫോമിൽ ഇട്ടാൽ മതി. അപ്പൊ കണ്ടോ, സബ്ജക്ട് ഷീ, പിന്നെ ഡിഡ് നോട്ട്, ഫിനിഷ് ദ റിപ്പോർട്ട്. ഫിനിഷ് കണ്ടോ V1 ഫോമിലാണ് എഴുതിയിരിക്കുന്നത്, V2 ആക്കിയില്ല പാസ്റ്റ് ആണെങ്കിൽ പോലും, ഡിഡ് നോട്ട് ഉള്ളതുകൊണ്ട്. ഐ ഡിഡ് നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ്, ദേ ഡിഡ് നോട്ട് വാച്ച് ദ മാച്ച്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ സിമ്പിൾ പാസ്റ്റ്. അതിന്റെ ഇൻട്രോഗേറ്റീവ് ആകുമ്പോ എന്താണ്, ആസ് യൂഷ്വൽ നമ്മൾ എല്ലാത്തിലും പറയുന്ന പോലെ എന്താണ്, സെക്കൻഡ് കിടക്കുന്നതിനെ ആദ്യം ആക്കുക, ആദ്യം കിടക്കുന്നതിനെ സെക്കൻഡ് ആക്കുക. കണ്ടോ, ഇത്രയും നേരം ഡിഡ് രണ്ടാമതായിരുന്നു, അപ്പൊ എന്താണ്, ഡിഡിനെ ആദ്യമാക്കി സബ്ജക്റ്റിനെ രണ്ടാമതാക്കി. കണ്ടോ, ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1 ആക്കി. അതായത് സബ്ജക്റ്റ് രണ്ടാമതാവും. യൂഷ്വലി സബ്ജക്റ്റ് ആദ്യമാണ്, പക്ഷെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വരുമ്പോഴത്തേക്ക് സബ്ജക്റ്റ് രണ്ടാമതാവും. ആദ്യം നമ്മുടെ ടെൻസ് അനുസരിച്ച് എന്തെങ്കിലും വരും. മുമ്പേ ഹാവ് ഓർ ഹാസ് ഒക്കെ വന്ന പോലെ ഇവിടെ എന്താണ്, ഡിഡ് വന്നു അല്ലെ. ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1 ആണ്. ഡിഡ് ഷീ ഫിനിഷ് ദ റിപ്പോർട്ട്. കണ്ടോ, ചോദിക്കോ, ഡിഡ് ഷീ ഫിനിഷ് ദ റിപ്പോർട്ട്. ഡിഡ് യു അറ്റൻഡ് ദ മീറ്റിംഗ്, ഡിഡ് ദേ വാച്ച് ദ മാച്ച്. നെഗറ്റീവ് വന്നപ്പോൾ സെയിം തന്നെ ഡിഡ് പ്ലസ് സബ്ജക്ട് വന്നു, അതിൻ്റെ കൂടെ ഒരു നോട്ട് വരും, പിന്നെ V1 ഫോം വരും. ഡിഡ് വരുമ്പോൾ നമ്മൾ V2 ഫോം എഴുതില്ല കേട്ടോ, അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. നമ്മൾ ഈവൻ ദോ പാസ്റ്റ് ആണെങ്കിൽ പോലും V2, അതായത് പാസ്റ്റ് ഫോമിൽ നമ്മൾ എഴുതില്ല. എന്തുകൊണ്ട്, ഡിഡ് ഉള്ളത് കൊണ്ട്. ഡിഡ് ഓൾറെഡി പാസ്റ്റ് ഫോമിലാണ്. ഡിഡ് ഓൾറെഡി പാസ്റ്റ് ഫോമിൽ ആയതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നമുക്കവിടെ V2 ഫോം വേണ്ട, V1 ഫോം മതി. ഇപ്പൊ ഡിഡ് ആണ് ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് പോലെ വരുന്നത്, പിന്നീട് നമ്മുടെ സബ്ജക്റ്റ് വരും, പിന്നെ V1 വരും. നെഗറ്റീവ് ഇൻട്രോഗേറ്റീവിലാണെങ്കിൽ നോട്ട് പ്ലസ് V1, നോട്ട് വന്നിട്ടായിരിക്കും V1. ഡിഡ് ഷീ നോട്ട് ഫിനിഷ് ദ റിപ്പോർട്ട്, ഡിഡ് യു നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ്, ഡിഡ് ദേ നോട്ട് വാച്ച് ദ മൂവി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, അത് ഇൻട്രോഗേറ്റീവിലാ. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഇൻട്രോഗേറ്റീവ് ആൻഡ് നെഗറ്റീവ്. സോറി, പാസ്റ്റ് കണ്ടിന്യൂസിന്റെ അഫോർമേറ്റീവ് പറഞ്ഞില്ല അല്ലേ. പാസ്റ്റ് സെന്റൻസിന്റെ അഫോർമേറ്റീവ് ആൻഡ് നെഗറ്റീവ് നോക്കാം. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ നടന്നൊരു കാര്യം, അതും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവം നമ്മൾ പറയാം. കഴിഞ്ഞു പോയി, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നത്. അത് നേരത്തെ അവര് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പറയത്തില്ലേ, അതായത് കഴിഞ്ഞ കാര്യമാണ്, അവര് കളിച്ചു എന്നുള്ള കഴിഞ്ഞ കാര്യമാണ്, പക്ഷെ നമ്മൾ പറയില്ലേ അവര് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ പറയില്ലേ. അതായത് പാസ്റ്റിൽ നടന്നു, പക്ഷെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടന്ന ഒരു ഇവന്റിനെയാണ് പാസ്റ്റ് കണ്ടിന്യൂസിലൂടെ പറയുന്നത്. അവിടെ എന്താണ്, സബ്ജക്റ്റ് നമ്മൾ എല്ലാത്തിലെയും പോലെ സബ്ജക്റ്റ് വരും, പിന്നെ എന്താണ്, വാസ് ഓർ വെയർ വരും അല്ലെ. പാസ്റ്റ് ആവുമ്പോ വാസ് ഓർ വെയർ വരും. പ്രസന്റ് ആയിരുന്നപ്പോൾ ഈസ് ഓർ ആർ ഓർ ആം ആയിരുന്നു അല്ലെ, ആം ഓർ ഈസ് ഓർ ആർ ആയിരുന്നു. പ്രസന്റ് വന്നപ്പോൾ ആം ഓർ ഈസ് ഓർ ആർ ആയിരുന്നു. പാസ്റ്റ് വന്നപ്പോൾ എന്താണ്, വാസ് ഓർ വെയർ ആയി. ഓക്കെ, അതാണ് ഡിഫറൻസ്. പിന്നെ എന്താണ്, കണ്ടിന്യൂസ് ആകുമ്പോ ING ഫോം വരും. ഹലോ, അപ്പൊ സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആയപ്പോ എന്തായിരുന്നു, ആം ഓർ ഈസ് ഓർ ആർ ആയിരുന്നു. പാസ്റ്റ് ആയപ്പോ എന്തായി, വാസ് ഓർ വെയർ ആയി. ഹലോ ഹലോ, കേക്കാമോ? ഹലോ
ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നോണ്ടിരുന്നത് എന്താന്ന് വെച്ചാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോ എന്താണ് ആദ്യത്തത് സബ്ജക്റ്റ് ആസ് യൂഷ്വൽ എല്ലാത്തിലെയും പോലെ, പിന്നെന്താണ് വാസ് ഓർ വെയർ വരും, പിന്നെന്താണ് കണ്ടിന്യൂസ് ആവുമ്പോ എന്താണ് ING ഫോം വരും അല്ലെ. പ്രസന്റ് ആവുമ്പോൾ ആമോർ ഈസ് ഓർ ആർ ആണ്, പാസ്റ്റ് ആയതുകൊണ്ട് വാസ് ഓർ വെയർ ആയി, കണ്ടിന്യൂസ് ആവുമ്പം ING ഫോമും വരും. അപ്പൊ സബ്ജക്ട് എന്താണ് ഇവിടെ ഷീ അല്ലെ, ഷീ എന്നുള്ള സബ്ജക്റ്റ് ആണ്. പിന്നെ ഷീ വരുമ്പോ എന്താണ് വാസ് ആണ് വരുന്നത് അല്ലെ. പ്രസന്റ് ആണെങ്കിൽ ഷീ ഈസ് വന്നതിന്, പാസ്റ്റിലായപ്പോ ഷീ വാസ് ആയി. പിന്നെ സ്റ്റഡി എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. പിന്നെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് എന്താണ് ING ഫോം വന്നു. ഷീ വാസ് സ്റ്റഡിങ് ലാസ്റ്റ് നൈറ്റ്, ഐ വാസ് റീഡിങ് എ ബുക്ക്. ഐ എന്നുള്ള സബ്ജക്റ്റ്, ഐ വന്നപ്പോൾ വാസ് വന്നു. പിന്നെന്താണ് ഐ വരുമ്പോ വാസ് ആണ് വരേണ്ടത് കേട്ടോ, ശ്രദ്ധിച്ചോണം. ഐയും യുവും വരുമ്പോ കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും, അത് നിങ്ങൾ നോട്ട് ചെയ്തോണം. അപ്പം ഐ വന്നപ്പോ വാസ് വന്നു, യു വരുമ്പോ യു വേർന്നു അല്ലെ. ഈവൻ ദോ ഐയും യുവും സിംഗുലർ ആണെങ്കിൽ പോലും അതിന്റെ റൂൾസ് ചേഞ്ച് ആവാറുണ്ട്. ബാക്കി ഇപ്പൊ ഷീ ഹി ദേ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പറയില്ലേ, അതൊക്കെ നമ്മൾ കറക്റ്റ് ഷീ ഹി എന്നൊക്കെ ഉള്ളത് നമ്മൾ സിംഗുലർ തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് കണ്ടോ ഷീ വാസ് എന്ന് വന്നത്, അല്ലെങ്കിൽ ഹി വാസ് എന്ന് വന്നേനെ. ഇപ്പൊ ദേ വന്നപ്പോ കണ്ടോ പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, ദേ വേർ എന്ന് വന്നു. പക്ഷെ ഐയും യുവും വരുമ്പോ കുറെ അതിന്റെ റൂൾസ് മാറും, അത് നമുക്ക് പഠിച്ചു വെക്കാവുന്നുള്ളൂ, എളുപ്പമാണ്. അപ്പൊ ഐ വന്നപ്പോ എന്താണ് ഐ വാസ് വന്നു, റീഡിങ് ING ഫോം വന്നു, എ ബുക്ക്. ദേ വെയർ പ്ലേയിങ് ഫുട്ബോൾ. അപ്പൊ സെയിം തന്നെ നോട്ട്, അതായത് നെഗറ്റീവ് ഫോം വരുമ്പോ വ്യത്യാസമൊന്നുമില്ല, സബ്ജക്ട് വാസ് ഓർ വെയർ പ്ലസ് അതിൻ്റെ കൂടെ ഒരു നോട്ടും കൂടെ വരും, എന്നിട്ട് എന്താണ് ING ഫോം. എന്താണ് സബ്ജക്ട് ഷീ വാസ് നോട്ട് അല്ലെ, നെഗറ്റീവ് ആണ് നോട്ട് studying yesterday, I was not reading the book, they were not playing football. അപ്പം അത്രേ ഉള്ളൂ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ അഫോർമേറ്റീവും നെഗറ്റീവും. ഇനി പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഇന്ററോഗേറ്റീവും അതിന്റെ നെഗറ്റീവും നോക്കാം. ഇന്ററോഗേറ്റീവ് ആകുമ്പോൾ നമുക്കറിയാം എന്ത്, സബ്ജക്റ്റ് രണ്ടാമത് വരും, രണ്ടാമത് കിടക്കുന്നത് ആദ്യം പോകും. അപ്പൊ ഇവിടെ എന്താണ് രണ്ടാമത് കിടന്നിരുന്ന വാസ് ഓർ വെയർ ആണ് അല്ലെ. പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോ എന്താണ് വാസ് ഓർ വെയർ ആണ് വരുന്നത്. അപ്പൊ വാസ് ഓർ വെയർ ആദ്യം പോവും, പിന്നെ നമ്മുടെ സബ്ജക്റ്റ് രണ്ടാമത് വരും, കണ്ടിന്യൂസ് അല്ലെ ING ഫോം ലാസ്റ്റും വരും. അപ്പൊ നമ്മൾ എന്താണ് വാസ് ഷീ അല്ലെ, ഷീ വരുമ്പോ എന്താണ് വാസ് ആണ്. വാസ് ഷീ സ്റ്റഡിങ് ലാസ്റ്റ് നൈറ്റ്, വേർ ദേ പ്ലേയിങ് ഫുട്ബോൾ. ദേ ആണ് വന്നത്, ദേ വരുമ്പോ എന്താണ് പ്ലൂറൽ ആണ്, അപ്പൊ വേർ ആണ് വരണ്ടേ. അപ്പൊ ഇന്ററോഗേറ്റീവ് ആവുമ്പോ എന്താണ് ആദ്യം നമ്മുടെ രണ്ടാമത് കിടക്കുന്നത് പറഞ്ഞു, അതായത് ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് എന്താണ് വേർ ആണ് വരേണ്ടത് അല്ലെ. സബ്ജക്റ്റ് രണ്ടാമത് പോവും, സബ്ജക്റ്റ് ആയിട്ടുള്ള ദേ രണ്ടാമത് പോവും, പ്ലേയിങ് ഫുട്ബോൾ അല്ലെ. പിന്നെ വാസ് ഹി, ഹി എന്നുള്ള രണ്ടാമത് വരും, ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് വാസും വരും. വാസ് ഹി വാച്ചിങ് ടെലിവിഷൻ അല്ലെ. അപ്പം സെയിം പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഇന്ററോഗേറ്റീവിന് സെയിം തന്നെയാണ്, സബ്ജക്റ്റ് രണ്ടാമത് വരും, രണ്ടാമത് എന്താണോ കിടക്കുന്നത് അത് ആദ്യമേ വരും. അപ്പൊ വാസ് ഓർ വെയർ പ്ലസ് സബ്ജക്ട് പ്ലസ് ING ഫോം ആണ് എന്ത് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഇന്ററോഗേറ്റീവ് ഫോമില് വരുന്നത്. ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ഇന്ററോഗേറ്റീവിന്റെ നെഗറ്റീവ് ഫോം ആകുമ്പോ എന്താണ് വരുന്നത്, നെഗറ്റീവ് ആകുമ്പോ വാസ് ഓർ വെയർ പ്ലസ് സബ്ജക്ട് പ്ലസ് നോട്ട് പ്ലസ് ING ഫോം ആവും. സെയിം, വലിയ വ്യത്യാസമൊന്നുമില്ല, വാസ് ഓർ വെയറും സബ്ജക്റ്റും വരും, അതിൻ്റെ കൂടെ എന്താണ് നോട്ട് വരുമെന്നേ ഉള്ളൂ, നോട്ട് പ്ലസ് ING ഫോം. യൂഷ്വലി നെഗറ്റീവിന് വലിയ ചേഞ്ച് വരത്തില്ല, ഒരു നോട്ട് എക്സ്ട്രാ വരത്തുള്ളൂ. പക്ഷെ മറ്റേതിന്റെ കേസസ് മാത്രം നമ്മൾ എന്താ ഡിഡ് നോട്ട് വന്നപ്പോ എന്താ ഡിഡിൽ ഓൾറെഡി പാസ്റ്റ് ഉള്ളതുകൊണ്ട് V1 ഫോം ആയി, അത് മാത്രം ഒരു ചേഞ്ച് വന്നു അല്ലെ. മറ്റേതിൽ എന്താണ് സബ്ജക്ട് പ്ലസ് V2 ആയിരുന്നു, സബ്ജക്ട് പ്ലസ് V2 ആയിരുന്നു, പക്ഷെ നെഗറ്റീവ് വന്നപ്പോ എന്തായി സബ്ജക്ട് പ്ലസ് ഡിഡ് നോട്ട് ആയി. അപ്പൊ ഡിഡിൽ ഓൾറെഡി പാസ്റ്റ് ഫോം ഉള്ളത് കൊണ്ട് എന്തായി V2 V1 ആയി. അപ്പൊ അതിൽ മാത്രം ഒരു എക്സെപ്ഷൻ വന്ന് ബാക്കി എല്ലാ കേസസിലും ഇതുവരെ നമ്മൾ പോയതിൽ എന്താണ് ആ യൂഷ്വൽ ഇതിന്റെ കൂടെ ഒരു നോട്ട് ചേരുമ്പോ നെഗറ്റീവ് ആവാറുണ്ട് അല്ലെ. ഇതുവരെ പോയതിലെല്ലാം അങ്ങനല്ലേ, യൂഷ്വൽ സാധനത്തിന്റെ ഒരു നോട്ട് വരുമ്പോ നെഗറ്റീവ് ഫോം ആവും, വലിയ വ്യത്യാസമൊന്നുമില്ല. ആകെ വരുന്നത് നമ്മുടെ എന്താണ് ഡിഡ് നോട്ട് പ്ലസ് V1 ആവും എന്നുള്ളതിന് മാത്രമാണ് ഒരു എക്സെപ്ഷൻ വരുന്നത്, ബാക്കി എല്ലാം സെയിം ഫോർമാറ്റിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ,
ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് പോവാം. പാസ്റ്റ് പെർഫെക്റ്റ് എളുപ്പമാണ്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. സബ്ജക്റ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഹാഡ് വരും, പിന്നെ എന്താണ് V3 ഫോം. നമ്മൾ ഓൾറെഡി പറഞ്ഞു പെർഫെക്റ്റിനൊക്കെ V3 ഫോം ആണ്. അതിപ്പം പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലും എന്താണ്, പെർഫെക്റ്റ് ആണെങ്കിൽ അത് V3 ഫോമിലായിരിക്കും വരുന്നത്. അപ്പൊ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. സബ്ജക്ട് എന്താണ് ഷീ, പിന്നെ എൻ്റെ കൂടെ ഹാഡ് വരും, ഫിനിഷ്ഡ് എന്നുള്ളത് V3 ഫോം. ഷീ ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക്. ഐ സബ്ജക്ട്, ഹാഡ്, പിന്നെ എന്താണ് V3 കംപ്ലീറ്റഡ്. ഐ ഹാഡ് കംപ്ലീറ്റഡ് ദ അസൈൻമെന്റ്. ദേ ഹാഡ് ലെഫ്റ്റ് ദ സ്റ്റേഷൻ. ദേ, പിന്നെ എന്താണ് ഹാഡ്, പിന്നെ ലെഫ്റ്റ് ആണ് എന്ത് V3 ഫോം അല്ലേ. ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ് അല്ലേ. അപ്പം ലെഫ്റ്റ് ആണ് V3 ഫോം. ദേ ഹാഡ് ലെഫ്റ്റ് ദ സ്റ്റേഷൻ. സെയിം തന്നെ നെഗറ്റീവ് വരുമ്പോൾ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ഒരു നോട്ട് കൂടെ വരുമെന്നുള്ള നെഗറ്റീവ് ആകുമ്പോൾ പ്ലസ് V3. അതായത് ഷീ ഹാഡ് നോട്ട് ഫിനിഷ്ഡ് ദ വർക്ക്. ഐ ഹാഡ് നോട്ട് കംപ്ലീറ്റഡ് ദ ടാസ്ക്. ദേ ഹാഡ് നോട്ട് ലെഫ്റ്റ് ദ സ്റ്റേഷൻ. സെയിം സബ്ജക്റ്റും ഹാഡും തന്നെയാണ്, അതിൻ്റെ കൂടെ നോട്ട് വരും, പിന്നെ സെയിം V3 തന്നെ. അപ്പൊ എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ എന്താണ് ഇവിടെ വരുന്നത്, ഹാഡ് ആണ് വരുന്നത് കേട്ടോ. പാസ്റ്റ് പെർഫെക്റ്റിൽ എന്താണ് വരുന്നത്, ഹാഡ് ആണ്. ഇതുവരെ നമ്മൾ ഒന്നിനും ഹാഡ് യൂസ് ചെയ്തില്ല. ഹാഡ് ഏതിലാണ് വരുന്നത്, ഹാഡ് വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റിലാണ്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം. ഹലോ ഹലോ, ഞാൻ മ്യൂട്ട് ആയിരുന്നു തോന്നുന്നു. ഞാൻ ഇപ്പോഴാണ് മ്യൂട്ട് ആയിരുന്ന കാര്യം ശ്രദ്ധിച്ചത്. എവിടം തൊട്ടാ നിങ്ങൾക്ക് കേൾക്കാനുള്ളതെന്ന് പറയുമോ? ഹലോ ഹലോ, ഞാൻ മ്യൂട്ട് ആയിരുന്നു തോന്നുന്നു കുറച്ചു നേരമായിട്ട്. ഹലോ, കേൾക്കാമോ? ഹലോ, പാസ്റ്റ് പെർഫെക്റ്റ് തൊട്ട് കേൾക്കാനുണ്ടോ? പാസ്റ്റ് പെർഫെക്റ്റിന്റെ അഫോർമേറ്റീവ് കേട്ടിരുന്നു, ഇൻട്രോഗേറ്റീവ്. ഓക്കെ, ഇൻട്രോഗേറ്റീവ് തൊട്ടല്ലേ. ഓക്കെ, സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ മ്യൂട്ട് ആയത് എങ്ങനെയോ കൈ തട്ടി മ്യൂട്ട് ആയതാ, സോറി. അപ്പൊ ഞാൻ പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഇൻട്രോഗേറ്റീവ് പറയാം. അപ്പൊ അത് യൂഷ്വൽ ഇൻട്രോഗേറ്റീവ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ എന്ത്, സബ്ജക്റ്റ് രണ്ടാമത് വരും, രണ്ടാമത് കിടക്കുന്നത് ആദ്യം പോകും അല്ലെ. നമ്മൾ ഇതുവരെ ഇൻട്രോഗേറ്റീവ്സ് എല്ലാം പറഞ്ഞപ്പോൾ സെയിം പാറ്റേൺ ആണ് പൊക്കോണ്ടിരുന്നത്. നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോർമുല എന്താണ്, ഹാഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. ഇവിടെ വന്നപ്പോ എന്തായി, ഹാഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V3 ഫോമായി അല്ലെ. ഹാഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V3 ഫോമായി, അതായത് തിരിഞ്ഞു. നമ്മുടെ യൂഷ്വൽ ഇൻട്രോഗേറ്റീവിലെല്ലാം അങ്ങനെ ആയിരുന്നല്ലോ. ആദ്യം കിടന്ന സബ്ജക്റ്റ് രണ്ടാമത് പോവും, രണ്ടാമത് എന്താണോ കിടക്കുന്നത് അത് ആദ്യം പോവും. അപ്പൊ ഇവിടെയും സെയിം പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 എന്നുള്ളത് എന്തായി, ക്വസ്റ്റ്യനിങ്, അതായത് ഇൻട്രോഗേറ്റീവ് ആയപ്പോ നേരെ തിരിഞ്ഞു, ഹാഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V3. അപ്പൊ ഹാഡ് എന്നുള്ളത് ആദ്യം വന്നു, പിന്നെ നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഷീ, യു, ദേ എന്നൊക്കെ വന്നു, പിന്നെ V3 ഫോംസ്, ഫിനിഷ്ഡ്, കംപ്ലീറ്റ്, ലെഫ്റ്റ് എന്നുള്ള ആ ഫോംസും വന്നു. അപ്പം ആദ്യം ഹാഡ് വരും, പിന്നീട് സബ്ജക്റ്റ് വരും, പിന്നീട് നമ്മുടെ തേർഡ് ഫോം ഓഫ് ദ വെർബ് വരും. നോർമൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലോ, നോർമൽ അതായത് അഫോർമേറ്റീവ് ആയിട്ടുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ആവുമ്പോൾ എന്താണ്,
സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. ഇൻട്രോഗേറ്റീവ് ആവുമ്പം ഹാഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V3. അത്രയേ ഉള്ളൂ. നോട്ട് വരുമ്പം സെയിം തന്നെ, ഹാഡിന്റെ കൂടെ എന്താണ് സബ്ജക്ട് വരും, പിന്നെ എന്താണ് ഒരു നോട്ട് വരും, പിന്നെ എന്താണ് V3 ഫോം വരും. ഹാഡ് ഷീ നോട്ട് ഫിനിഷ് ദ വർക്ക്, ഹാഡ് യു നോട്ട് കംപ്ലീറ്റഡ് ദ അസൈൻമെന്റ്, ഹാഡ് ദേ നോട്ട് ലെഫ്റ്റ് ദ സ്റ്റേഷൻ. സെയിം തന്നെ, വ്യത്യാസമൊന്നുമില്ല. സബ്ജക്റ്റ് രണ്ടാമത് വരും, രണ്ടാമത് കിടന്ന് ആദ്യം പോവും, വേറെ ഒരു വ്യത്യാസവും ഇല്ല ഇൻട്രോഗേറ്റീവ്. പിന്നെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കൂടെ നോക്കാം. അതും സെയിം തന്നെ, പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് പ്ലസ് ഹാഡിന്റെ കൂടെ എന്താണ് ബീൻ പ്ലസ് ING ഫോം വരും, വെർബിന്റെ ING ഫോം വരും. വേറെ വ്യത്യാസമൊന്നുമില്ല. സബ്ജക്റ്റ് ആണ് പാസ്റ്റ് പെർഫെക്റ്റിലുണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡും ഉണ്ട്. പിന്നെ കണ്ടിന്യൂസ് വരുമ്പോ എന്താണ് ബീൻ പ്ലസ് ING ഫോം, അതായത് ING ഫോം ഓഫ് ദ വെർബ് വരും. സബ്ജക്റ്റ് കണ്ടോ, ഷീ, ഐ, ദേ എന്നുള്ള എല്ലാം നമ്മുടെ സബ്ജക്റ്റ് ആണ്. പിന്നെന്താണ് ഹാഡ് വന്നു, പിന്നെന്താണ് ബീൻ പ്ലസ് ING ഫോം ആയി. അത് ഷീ ഹാഡ് ബീൻ സ്റ്റഡിങ് ഫോർ 3 hours, ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ആൻ അവർ, they had been working all day. കണ്ടോ? പിന്നെ നെഗറ്റീവ് വരുമ്പോ എന്താണ് സെയിം സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ INGക്ക് വരെ എന്താണ് നോട്ട് ബീൻ ING ആവും അല്ലെ. സെയിം സബ്ജക്ട് പ്ലസ് സെയിം ഹാഡ് പ്ലസ് എന്താ നോട്ട് വരും, നോട്ട് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ആവും. She had not been studying long, I had not been waiting long, they had not been working properly. അപ്പം എന്താണ് സെയിം സബ്ജക്ട് സെയിം ഹാഡ് ഫോം, പിന്നെ ബീൻ്റെ അവിടെ നോട്ട് ബീൻ ആവും, പിന്നെ ING ഫോം ആവും. അപ്പം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇത്രേ ഉള്ളു. അതിന്റെ ഇൻട്രോഗേറ്റീവ് എന്ന് പറയുമ്പോഴും നമ്മൾ യൂഷ്വലി പറഞ്ഞ പോലെ തന്നെ എന്താണ് സബ്ജക്റ്റ് രണ്ടാമത് വരും, ഹാഡ് ആദ്യം വരും. സബ്ജക്റ്റ് രണ്ടാമത് വന്നിട്ട് ഹാഡ്, അപ്പൊ ഹാഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് പിന്നെ ബാക്കിയുള്ളത് സെയിം തന്നെ ബീൻ പ്ലസ് ING ഫോം. നേരത്തെ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ആണ്. ഇൻട്രോഗേറ്റീവ് വരുമ്പോ നേരെ ഒന്ന് തിരിയും. ഹാഡ് ആദ്യം വരും, സബ്ജക്ട് രണ്ടാമത് വരും, പിന്നെ ബീൻ വരും, പിന്നെ ING ഫോം വരും. ഹാഡ് ഷീ ബീൻ സ്റ്റഡിങ് ഫോർ 3 hours, ഹാഡ് യു ബീൻ വെയിറ്റിംഗ് ലോങ്, ഹാഡ് ദേ ബീൻ വർക്കിംഗ് ഓൾ ഡേ. നെഗറ്റീവ് വരുമ്പോ സെയിം തന്നെ ഹാഡ് പിന്നെ സബ്ജക്ട് നോട്ട് ബീൻ പ്ലസ് ING ഫോം. നോട്ട് വരുമെന്നുണ്ട്, വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹാഡ് ഷീ നോട്ട് ബീൻ സ്റ്റഡിങ് ഫോർ ലോങ്, had you not been waiting long, had they not been working properly. അപ്പം ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ഓൾമോസ്റ്റ് കഴിയും. ഇനിയുള്ള എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ. ഇനി സിമ്പിളൂടെ ഫ്യൂച്ചർ ടെൻസ് കൂടെ കഴിഞ്ഞാൽ കഴിയും. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചർ ടെൻസ് അല്ലേ, അപ്പൊ ഭാവിയിൽ നടക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് വില്ല് ചേർത്ത് വേണം എപ്പോഴും പറയാൻ അല്ലേ. ഫ്യൂച്ചർ ടെൻസ് ആവുമ്പോ വില്ലുണ്ട്. അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് യൂഷ്വൽ സബ്ജക്റ്റ് ഉണ്ട്. ഫ്യൂച്ചർ ആവുമ്പോഴത്തേക്ക് എന്താവും? ഫ്യൂച്ചർ ആവുമ്പോഴത്തേക്ക് വില്ല് വരും. പിന്നെന്താണ് V1 ഫോം. അപ്പം കണ്ടോ സബ്ജക്റ്റ് എന്താണ് ഷീ കണ്ടോ. അപ്പൊ ഫ്യൂച്ചർ ആവുമ്പോ ഫ്യൂച്ചറിലെ കാര്യമാണ് അല്ലെ. ഷീ വിൽ കംപ്ലീറ്റ് ദ പ്രോജക്ട് ടുമോറോ, അതായത് നാളത്തേക്ക് അവൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് എന്താണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഷീ വിൽ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ അവൾ കംപ്ലീറ്റ് ചെയ്യും, അതായത് പിന്നീട് ഭാവിയിൽ ചെയ്യും. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. അതായത് എന്താ ഷീ വിൽ ക്രാക്ക്ലി അല്ലെ, അവൾ എന്താണ് ക്രാക്ക് ചെയ്യും, അവൾ ക്രാക്ക് ചെയ്യും എന്നുള്ളത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് കാര്യം പറയണം. അപ്പൊ അതാണ് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. ഫ്യൂച്ചർ ആയതുകൊണ്ട് എന്താണ് V1 ഫോം ആണ്. ഷീ വിൽ കംപ്ലീറ്റ് ദ പ്രോജക്ട് ടുമോറോ, ഐ വിൽ കോൾ യു ലേറ്റർ, ദേ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ്, അങ്ങനെയൊക്കെ തന്നെ. നെഗറ്റീവ് വരുമ്പോ അത്രേ ഉള്ളൂ, എന്താണ് ഒരു നോട്ടും കൂടെ വരും. ഷീ വിൽ നോട്ട് ആവും. മറ്റേത് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 ആണെങ്കിൽ ഇവിടെ എന്താവും സബ്ജക്ട് പ്ലസ് വിൽ നോട്ട് പ്ലസ് V1 വിൽ നോട്ട് ആവും. She will not complete the project today, I will not call him,
ദേ വിൽ നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ്, അങ്ങനൊക്കെ വരും. അപ്പൊ ഇതിന്റെ തന്നെ ഇൻട്രോഗേറ്റീവ് ആകുമ്പോ എന്താ, യൂഷ്വൽ ഇൻട്രോഗേറ്റീവ്സിനെ പോലെ തന്നെ എന്താണ്, സബ്ജക്ട് രണ്ടാമത് വരും, രണ്ടാമത് കിടക്കുന്നത് ആദ്യം പോകും. അപ്പൊ രണ്ടാമത് കിടക്കുന്നത് എന്തായിരുന്നു, വില്ലായിരുന്നു അല്ലെ. അപ്പൊ വില്ല് ആദ്യം പോകും, സബ്ജക്ട് രണ്ടാമത് വരും, പിന്നെ നമുക്ക് എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ V1 ഫോം ആണ് അല്ലെ. അപ്പൊ V1 ഫോം വരും. അപ്പൊ എന്താണ്, വിൽ ഷീ കംപ്ലീറ്റ് ദ പ്രോജക്ട് ടുമോറോ, വിൽ യു കോൾ മീ ലേറ്റർ, വിൽ ദേ അറ്റൻഡ് ദ മീറ്റിംഗ്. അപ്പൊ സെയിം സാധനം തിരിയുവന്നേ ഉള്ളൂ. ഇൻട്രോഗേറ്റീവ് ആകുമ്പോ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താവും, അതിന്റെ കൂടെ ഒരു നോട്ട് കൂടെ വരും അല്ലെ. വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് നോട്ട് വരും അല്ലെ. അപ്പൊ വില്ല് ആദ്യത്തെ അതേപോലെ തന്നെ ഉണ്ടാവും, സബ്ജക്റ്റും അതേപോലെ തന്നെ ഉണ്ടാവും, പിന്നെ എന്താണ് V1 മുമ്പ് ഒരു നോട്ട് കൂടെ വരും. വിൽ ഷീ നോട്ട് കംപ്ലീറ്റ് ദ പ്രോജക്ട്, വിൽ നോട്ട് ഷീ എന്ന് വരുമോ, ഇല്ല, കാര്യം ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആകുമ്പോൾ വിൽ നോട്ട് ഷീ എന്ന് വന്നാൽ തെറ്റാണ്. അഫർമേറ്റീവ് സെന്റൻസിൽ വിൽ നോട്ട് വരും, പക്ഷെ എന്താണ് ഇന്ററോഗേറ്റീവ് സെന്റൻസിൽ വിൽ നോട്ട് വന്നാൽ തെറ്റാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വിൽ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല, വില്ല് കഴിഞ്ഞ് സബ്ജക്റ്റിന് ശേഷമേ നോട്ട് ഇടാവുള്ളൂ. അഫർമേറ്റീവ് സെന്റൻസിൽ നമുക്ക് വിൽ നോട്ട് പറയാം, പക്ഷെ ഇന്ററോഗേറ്റീവ് സെന്റൻസിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അവിടെ നമ്മൾ ഒരിക്കലും എന്താണ് വിൽ നോട്ട് എന്ന് പറയലും, വില്ല് കഴിഞ്ഞ് സബ്ജക്ട് കഴിഞ്ഞിട്ട് നോ പറയാവുള്ളൂ. വിൽ ഷീ നോട്ട് കംപ്ലീറ്റ് ദ പ്രോജക്ട് ടുമോറോ, വിൽ യു നോട്ട് കോൾ ഹിം ലേറ്റർ, വിൽ ദേ നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ്. അപ്പൊ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഫ്യൂച്ചർ. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എന്താണ്, സബ്ജക്ട് പ്ലസ് വിൽ ബി പ്ലസ് ING ഫോം ആണ്. നേരത്തെ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1, കണ്ടിന്യൂസ് വരുമ്പോ എന്താ വിൽ ബി ആവും. നേരത്തെ വിൽ എന്നുള്ളത് ഇവിടെ വന്നപ്പോ വിൽ ബി ആയി, പിന്നെ V1 എന്നുള്ളത് എന്താണ് കണ്ടിന്യൂസ് ആയപ്പോ ING ഫോം ആയി അല്ലെ. നേരത്തെ സബ്ജക്റ്റ് ആയിരുന്നു, നേരത്തെ വില്ലായിരുന്നു, പിന്നെ അതെന്തായി വിൽ ബി ആയി, പിന്നെ എന്താണ് V1 എന്നുള്ളത് എന്തായി കണ്ടിന്യൂസ് ആയതുകൊണ്ട് VING ഫോം ആയി. സബ്ജക്ട് ഷീ അല്ലെ, വിൽ ബി, ഷീ വിൽ ബി സ്റ്റഡിങ് അറ്റ് 8 PM, അതായത് അവള് 8 PM പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഷീ വിൽ ബി സ്റ്റഡിങ് അറ്റ് 8 PM എന്ന് പറഞ്ഞാൽ 8 മണിയാകുമ്പോൾ അവൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും അല്ലെ. ഫ്യൂച്ചറിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യം. വിൽ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, വിൽ ബി എന്ന് പറയുമ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു കാര്യമാണ്. സ്റ്റഡിങ് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡി ചെയ്യുകയായിരിക്കും. അപ്പം അതാണ് ഷീ വിൽ ബി സ്റ്റഡിങ് അറ്റ് 8 PM. ഐ വിൽ ബി ട്രാവലിംഗ് ടുമോറോ, അപ്പൊ നാളെ ഞാൻ യാത്രയിലായിരിക്കും. അപ്പൊ നാളെ എന്താണ്, ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഐ എന്നുള്ളത് സബ്ജക്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയപ്പോ എന്താണ് വിൽ ബി ആയി, പിന്നെ ING ഫോം അല്ലെ. ഐ വിൽ ബി ട്രാവലിംഗ് ടുമോറോ, ദേ വിൽ ബി വാക്കിംഗ് ഇൻ ദ ഓഫീസ്. അപ്പൊ എന്താണ് നെഗറ്റീവ് വന്നപ്പോ എന്തായി, വിൽ ബി മാറി എന്തായി വിൽ നോട്ട് ബി ആയി അല്ലെ. വിൽ ബി മാറി എന്തായി വിൽ നോട്ട് ബി ആയി. അതായത് ഷീ വിൽ നോട്ട് ബി സ്റ്റഡിങ് ടുനൈറ്റ്, ഐ വിൽ നോട്ട് ബി ട്രാവലിംഗ് ടുമോറോ, ദേ വിൽ നോട്ട് ബി വാക്കിംഗ് ടുഡേ. സെയിം തന്നെ ഇൻട്രോഗേറ്റീവ് ആയപ്പോ എന്തായി, വിൽ ആദ്യം വന്നു, സബ്ജക്ട് പിന്നീട് വന്നു, പിന്നീട് ബി പ്ലസ് ING ഫോം ആയി. നേരത്തെ എന്താണ് സബ്ജക്ട് പ്ലസ് വിൽ ബി പ്ലസ് ING ഫോം ആയി. ഇൻട്രോഗേറ്റീവ് ആകുമ്പോ വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് ബി പ്ലസ് ING ഫോം. വിൽ ബി വന്നില്ല, എന്താണ് രണ്ടാമത് കിടക്കുന്നത് എന്താണ് സബ്ജക്ട് പ്ലസ് വിൽ ബി അല്ലായിരുന്നോ. വിൽ ബി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യന് വരില്ല, സബ്ജക്ട് പ്ലസ് വിൽ ബി എന്നുള്ളത് ക്വസ്റ്റ്യൻ വരുമ്പോ വിൽ ബി എന്ന് വരില്ല. അതിന് വരെ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആദ്യം വില്ല് വരും, പിന്നെ സബ്ജക്ട് വരും, പിന്നെ ബി വരും, പിന്നെ VING ഫോം വരും. അപ്പൊ വിൽ ഷീ സബ്ജക്ട് ബി സ്റ്റഡിങ് അറ്റ് 8 PM. വിൽ ഷീ ബി സ്റ്റഡിങ് അറ്റ് 8 PM. നാളെ 8 മണിക്ക് അവൾ പഠിക്കുകയായിരിക്കുമോ എന്ന് നമ്മൾ ചോദിക്കത്തില്ല, ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുക. വിൽ ഷീ ബി കണ്ടോ, വിൽ ബി എന്നുള്ള നോർമൽ അഫർമേറ്റീവ് ഇവിടെ വന്നപ്പോ എന്തായി വിൽ ബി സ്പ്ലിറ്റ് ആയിട്ട് വിൽ ആദ്യം വന്നു, വില്ല് വന്ന്, പിന്നെ സബ്ജക്ട് വന്നു, പിന്നെ ബി വന്നു. വിൽ ഷീ ബി സ്റ്റഡിങ് അറ്റ് 8 PM. വിൽ യു ബി ട്രാവലിംഗ് ടുമോറോ, വിൽ ദേ ബി വാക്കിംഗ് ടുനൈറ്റ്. നെഗറ്റീവ് വന്നപ്പം സെയിം തന്നെ വിൽ ആദ്യം വന്നു, പിന്നെ സബ്ജക്ട് വന്നു, പിന്നെ എന്താണ് വന്നത് ബിക്ക് വരം നോട്ട് ബി ആയി അല്ലെ. വിൽ ആദ്യം വന്നു, സബ്ജക്ട് പിന്നെ വന്നു, ബിക്ക് വരം നോട്ട് ബി ആയി, പിന്നെ ING ഫോം. വിൽ ഷീ നോട്ട് ബി സ്റ്റഡിങ് ടുനൈറ്റ്, വിൽ യു നോട്ട് ബി ട്രാവലിംഗ് ടുമോറോ, വിൽ ദേ നോട്ട് ബി വാക്കിംഗ് ടുഡേ. അപ്പം ഫ്യൂച്ചർ കണ്ടിന്യൂസും അത്രയേ ഉള്ളൂ. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പെർഫെക്റ്റിനെല്ലാം V3 ഫോം ആണ്. അതിപ്പോ പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലും ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിലും V3 ഫോം ആണ്. ഇപ്പൊ ഇവിടെ ആദ്യം വരുന്ന സബ്ജക്റ്റ് ആണ്, സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുമ്പോ വിൽ ഹാവ് ആണ്. അപ്പൊ ഇവിടൊക്കെ എന്താ യൂസ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചോണം. സബ്ജക്ട് മെയിൻ ആണ്, അത് കഴിഞ്ഞിട്ട് എന്താണ് ഇപ്പൊ മറ്റേതിൽ വിൽ ബി ആണ് വന്നത്, അപ്പൊ ഇതിൽ എന്താണ് വിൽ ഹാവ് ആണ്. അപ്പൊ ഇതൊക്കെ സൂക്ഷിച്ചോണം കേട്ടോ.
വിൽ ബി, വിൽ ഹാവ് അതൊക്കെ എന്താണ് നോട്ട് ചെയ്ത് കൃത്യമായി പഠിക്കണം. അപ്പൊ സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 ആണ്. ഷീ വിൽ ഹാവ്, പിന്നെ V3 എന്താണ്? ഫിനിഷ് ദ റിപ്പോർട്ട്. ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. ദേ വിൽ ഹാവ് അറൈവ്ഡ് ബൈ ഈവനിങ്. അപ്പൊ നോട്ട് വരുമ്പോ എന്താണ്? വിൽ നോട്ട് ഹാവ് ആവും. വിൽ ഹാവ് എന്താവും? വിൽ നോട്ട് ഹാവ് ആവും. നെഗറ്റീവ് ആവുമ്പോ വിൽ നോട്ട് ഹാവ് ആവും. അപ്പൊ ഷീ വിൽ നോട്ട് ഹാവ് ഫിനിഷ് ദ റിപ്പോർട്ട്. ഐ വിൽ നോട്ട് ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. ദേ വിൽ നോട്ട് ഹാവ് അറൈവ്ഡ് ബൈ ഈവനിങ്. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആവുമ്പോ സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 ആണ്. നെഗറ്റീവ് ആവുമ്പോ സബ്ജക്ട് പ്ലസ് വിൽ നോട്ട് ഹാവ് പ്ലസ് V3 ആണ്. അപ്പൊ ഇതിന്റെ തന്നെ ഇൻട്രോഗേറ്റീവ് ആവുമ്പോ എന്താവും? വിൽ ഹാവ് എന്നുള്ളത് സ്പ്ലിറ്റ് ആയിട്ട് വിൽ ആദ്യം വരും, പിന്നീട് രണ്ടാമത് സബ്ജക്റ്റ് അല്ലെ. ഇൻട്രോഗേറ്റീവിന് എല്ലാത്തിനും എന്താണ്? സബ്ജക്റ്റ് ആണ് രണ്ടാമതായിരിക്കും എപ്പോഴും സബ്ജക്റ്റ് വരുന്നത്. അപ്പൊ സബ്ജക്റ്റ് രണ്ടാമത് വന്നു, പിന്നെന്താണ്? വിൽ ഹാവ് ആയിരുന്നു. വിൽ ഹാവ് സ്പ്ലിറ്റ് ആയിട്ട് വിൽ ആദ്യം വന്നു അല്ലെ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ വിൽ ഹാവ് എന്ന് പറഞ്ഞ് ചോദിക്കോ? ഇല്ല, എപ്പോഴും നമ്മൾ വിൽ ആണ് ചോദിക്കുന്നത്. അപ്പൊ വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാവ് അല്ലെ. മറ്റേതിന്റെയൊക്കെ സെക്കൻഡ് വേർഡ് നമ്മൾ ഡയറക്റ്റ് ആദ്യമായിട്ട് കൊണ്ടുപോകും. പക്ഷെ ഫ്യൂച്ചർ വന്നപ്പം വിൽ ബി എന്താണ്? നമ്മൾ വെട്ടി വില്ലും സബ്ജക്റ്റും ബിയും ആക്കി. അതേപോലെ ഇവിടെ എന്താണ്? വിൽ ഹാവ് വെട്ടി വില്ലും സബ്ജക്റ്റും ഹാവും ആക്കി. സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് എന്നുള്ളത് വിൽ ഹാവ് നമ്മൾ മുറിച്ചിട്ട് വിൽ ആദ്യവും സബ്ജക്ട് രണ്ടാമതും പിന്നെ ഹാവും ആയി അല്ലെ. വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാവ് പ്ലസ് V3. വിൽ ഷീ, വിൽ കണ്ടോ? വില്ല് വന്നു, പിന്നെ സബ്ജക്റ്റ് എന്നുള്ളത് ഷീ വന്നു, പിന്നെ ഹാവ് അല്ലെ. ഹാവ് വന്നു. V3 എന്താണ്? ഫിനിഷ്ഡ്. വിൽ ഷീ ഹാവ് ഫിനിഷ്ഡ് ദ റിപ്പോർട്ട്. വിൽ യു ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. വിൽ ദേ ഹാവ് അറൈവ്ഡ് ബൈ ഈവനിങ്. നെഗറ്റീവ് വന്നപ്പോ എന്തായി? വിൽ അതേപോലെ തന്നെ വന്നു, സബ്ജക്റ്റ് വന്നു, ഹാവ് എന്തായി? നോട്ട് ഹാവ് ആയി അല്ലെ. വിൽ സബ്ജക്ട് പ്ലസ് നോട്ട് ഹാവ് പ്ലസ് V3 അല്ലെ. പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയതുകൊണ്ട് എപ്പോഴും V3 ആണ് വരുന്നത്. അത് ഓർത്തോണേ. ഫ്യൂച്ചർ പെർഫെക്റ്റ് അല്ലെങ്കിൽ സിമ്പിൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റിലെല്ലാം V3 ആണ് വരുന്നത്. പിന്നെ വില്ല് ആദ്യം വന്നു. എന്തുകൊണ്ട്? ഇന്ററോഗേറ്റീവ് ക്വസ്റ്റ്യനിങ് ആയതുകൊണ്ട് വില്ല് ആദ്യം വന്നു, പിന്നീട് സബ്ജക്റ്റ് വന്നു. നെഗറ്റീവ് ആയതുകൊണ്ട് നോട്ട് ഹാവ് വന്നു, പിന്നെ V3 വന്നു. വിൽ ഷീ നോട്ട് ഹാവ് ഫിനിഷ് ദ റിപ്പോർട്ട്. വിൽ യു നോട്ട് ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. വിൽ ദേ നോട്ട് ഹാവ് അറൈവ്ഡ് ബൈ ഈവനിങ്. അപ്പൊ അതൊക്കെയാണ് എക്സാമ്പിൾസ്. നെക്സ്റ്റ് വരുന്നത് ഇനി ഒറ്റ ഇതൂടെ ഉള്ളു. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോ എന്താണ്? ആദ്യം നമ്മൾ എല്ലാത്തിലെയും പോലെ സബ്ജക്റ്റ് വരും. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകുമ്പോ വിൽ ഹാവ് വന്നേനെ. പക്ഷെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോ എന്താ? വിൽ ഹാവ് ബീൻ പ്ലസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ING ഫോം വരും കേട്ടോ. ശ്രദ്ധിച്ചോണേ. അതായത് സബ്ജക്റ്റ് വരും, വിൽ ഹാവ് എന്നുള്ളത് മാറി എന്താ? വിൽ ബീൻ ആവും അല്ലെ. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയപ്പോ വിൽ ഹാവ് ബീൻ ആവും, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ING ഫോം വരും. സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് ING ഫോം. അതിന് ഷീ വിൽ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 5 hours. ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഓൾ ഡേ. ഡേ എന്നുള്ള സബ്ജക്ട്, പിന്നെ വിൽ ഹാവ് ബീൻ. ദേ വിൽ ഹാവ് ബീൻ ട്രാവലിംഗ് ഫോർ 2 days. പിന്നെന്താണ്? നെഗറ്റീവ് ഫോമിൽ വന്നപ്പോ സെയിം തന്നെ സബ്ജക്റ്റ്, അതിന്റെ കൂടെ വിൽ ഹാവ് ബീൻ വരും, വിൽ നോട്ട് ഹാവ് ബീൻ അല്ലെ. will have been മാറി will not have been plus ING. She will not have been studying so long. I will not have been working today. They will not have been traveling long. അപ്പം ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താണ്? സബ്ജക്ട് പ്ലസ് will have been plus ING ആയി. അപ്പം നെഗറ്റീവ് ആയപ്പോൾ സബ്ജക്ട് പ്ലസ് will not have been plus ING ആയി. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഇന്ററോഗേറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇന്ററോഗേറ്റീവ് വരുമ്പോ എന്താവും? നമ്മുടെ വില്ല് ആദ്യം വരും. വിൽ ഹാവ് ബീൻ എന്നുള്ളതില് വില്ല് ആദ്യം വരും, സബ്ജക്റ്റ് ആസ് യൂഷ്വൽ രണ്ടാമത് വരും, ഹാവ് ബീൻ ബാക്കിയുള്ള ഹാവ് ബീൻ മൂന്നാമത് വരും, പിന്നെ ING വരും. ഓക്കെ, അതായത് സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് ING ആയിരുന്നു. അപ്പൊ സബ്ജക്റ്റ് എന്നുള്ള ആദ്യത്തത് രണ്ടാമത് വരും, പിന്നെന്താണ്? വിൽ ഹാവ് ബീൻ എന്നാണ്. അതിലെ വില്ല് ആദ്യം വരും, പിന്നെ മൂന്നാമത് ബാക്കിയുള്ള ഹാവ് ബീൻ പ്ലസ് ING. അതായത് വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാവ് ബീൻ പ്ലസ് ING. Will she have been studying for 5 hours? Will you have been working all day? Will they have been traveling long? അങ്ങനെ വരും. നെഗറ്റീവ് ആവുമ്പോ സെയിം തന്നെ വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാവ് ബീൻ മാറി എന്തായി? നോട്ട് ഹാവ് ബീൻ ആവും പ്ലസ് ING ഫോം. വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാവ് ബീൻ എന്താവും? നോട്ട് ഹാവ് ബീൻ ആവും ING ഫോം ആവും. അപ്പൊ വിൽ ഷീ നോട്ട് ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 5 hours? Will you not have been working all day? Will they not have been traveling today? Okay.
അപ്പൊ അത്രയും കഴിഞ്ഞു. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്നോ? നന്മപ്രിയ മാത്രമേ ഉള്ളൂ ഇപ്പൊ ക്ലാസ്സില്. എന്താണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ? ഓക്കെ, ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹലോ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസർ പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് പോവാം. ആദ്യത്തെ കണ്ടോ, ഷീ ഡാഷ് ടു ദ ലൈബ്രറി എവറി ഈവനിങ്. ഷീ ഡാഷ് ടു ദ ലൈബ്രറി എവറി ഈവനിങ്. എന്തായിരിക്കും ഓപ്ഷൻസ്? പെട്ടെന്ന് ആൻസർ ചെയ്ത് പോവാണെങ്കിൽ പറഞ്ഞു പോയത്. ഷീ ഡാഷ്, അതെ, ഗോസ്. അവൾ എന്നും ലൈബ്രറി പോകും. ഷീ വരുമ്പോ എന്താണ്? ഗോസ് ആണ് വരുന്നത് അല്ലെ. ഷീ സിംഗുലർ ആണ്, അതുകൊണ്ട് എന്താണ്? ഗോസ് ആണ് വരുന്നത്. അടുത്ത, ദേ ഡാഷ് ഫുട്ബോൾ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ദേ ഡാഷ്, എന്താണ്? ദേ വരുമ്പോ എന്തായിരിക്കും? മഴ പെയ്തപ്പോ അവര് എന്ത് ചെയ്യുകയായിരുന്നു? എന്താണ് ആൻസർ? സ്റ്റാർട്ടഡ് റെയിനിങ്. എന്താണ്? ഡി അല്ല, വേർ പ്ലേയിങ് ആണ്. ആറാണോ വരണ്ടേ? അല്ലല്ലോ. സ്റ്റാർട്ടഡ് റെയിനിങ്. സ്റ്റാർട്ടഡ് കണ്ടോ? സ്റ്റാർട്ടഡ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തില്ലേ പാസ്റ്റ് ആണെന്നുള്ളത് അല്ലെ. യെസ്, സി ആണ് ഇത്. ഓ, സി ആണ് മീൻ ചെയ്തത്. ഓക്കെ ഓക്കെ ഓക്കെ. ദേ വേർ പ്ലേയിങ് ഫുട്ബോൾ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. സ്റ്റാർട്ടഡ് കാണുമ്പോഴേ മനസ്സിലാവും അതെന്താണ്? പാസ്റ്റ് ആണ്. പാസ്റ്റ് എന്ന് പറയുമ്പോൾ വേർ പ്ലേയിങ്. നെക്സ്റ്റ്, ഐ ഡാഷ് മൈ ഹോംവർക്ക് ഓൾറെഡി. അതെന്താണ്? ബി അല്ല. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ഓൾറെഡി. ഐ ഹാവ് എന്നല്ല നമ്മൾ പറയുന്നത്. ഞാൻ ഓൾറെഡി എന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തു. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ഓൾറെഡി എന്നാണ് പറയുന്നത് അല്ലെ. ഞാൻ നേരത്തെ എന്റെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പറയുന്നത് ഐ ഹാവ് ഫിനിഷ്ഡ് എന്നാണ് പറയുന്നത്. ഐ ഫിനിഷ്ഡ് എന്നല്ല പറയുന്നത്. അത് നമ്മളിപ്പോ സ്കൂളിലൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ ഐ ഫിനിഷ്ഡ് മാം എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനല്ല, നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എങ്ങനെയാ പറയുന്നത്? ഐ ഹാവ് ഫിനിഷ്ഡ് എന്നാണ് പറയുന്നത്. ഓക്കെ. ബൈ നെക്സ്റ്റ് ഇയർ ഷീ ഡാഷ് ഹെർ ലോ ഡിഗ്രി. അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് അവൾ അവളുടെ ലോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ പറയുന്നത് ബൈ നെക്സ്റ്റ് ഇയർ ഷീ. അതായത് വേറൊരാളോട് ഇങ്ങനെ പറയുന്നത് ബൈ നെക്സ്റ്റ് ഇയർ ഷീ വിൽ, എന്താണ്? ഷീ വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്നാണ് കേട്ടോ. വിൽ ഹാവ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ബൈ നെക്സ്റ്റ് ഇയർ ഷീ വിൽ ഹാവ്. അതായത് വേറൊരാളോട് നമ്മൾ പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഷീ വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറയും അല്ലെ. ബൈ നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സാധനമാണ്. അപ്പോഴേ നമുക്ക് ഉറപ്പിക്കാൻ വില്ലാണ് വരുന്നത്. അപ്പൊ ബൈ നെക്സ്റ്റ് ഇയർ ഷീ വിൽ ഹാവ് കംപ്ലീറ്റഡ് ഹർ ലോ ഡിഗ്രി എന്ന് വേറൊരാളോട് നമ്മൾ പറയലല്ലേ. അപ്പൊ നമ്മൾ പെർഫെക്റ്റ് ആണ് പറയുന്നത്. While I dashed the newspaper, the phone rang. While I dashed the newspaper, the phone rang. Rang എന്താണ്? പാസ്റ്റ് ആണ്. യെസ്, വാസ് റീഡിങ്. അപ്പൊ എന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണല്ലേ. യെസ്, എ ആണ്. He dashed in his company since 2020. 2020 മുതൽ അവൻ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് പറയും? ബി. യെസ്, ഹാസ് ബീൻ വർക്കിംഗ്. അതായത് പാസ്റ്റ് പെർഫെക്റ്റ്. അവൻ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, കണ്ടിന്യൂസ്. They dashed the match yesterday. ഇന്നലെ മാച്ച് ജയിച്ചു. യെസ്, won. They won the match yesterday. This time tomorrow we dash to Delhi. This time, നാളെ ഈ സമയം ആവുമ്പോഴത്തേക്ക് നമ്മൾ ഡൽഹിയിലായിരിക്കും എന്ന് അങ്ങനെ പറയാം. This time tomorrow നാളെ ഈ സമയത്ത് we dash to Delhi. പറയുന്നത് നാളെ ഈ സമയം ആകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ. This time tomorrow we will be traveling to Delhi എന്നായിരിക്കും കേട്ടോ. യെസ്, സി ആണ്. ഇവിടെ വേറെ ഒരാളോട് ഇങ്ങനെ പറയാം, ദിസ് ടൈം ടുമോറോ വി വിൽ ബി ട്രാവലിംഗ് ടു ഡൽഹി. നാളെ ഈ സമയം ആകുമ്പോഴത്തേക്ക് ഞാൻ ഡൽഹിയിലേക്ക് ട്രാവൽ ചെയ്യുകയായിരിക്കും എന്ന് നമ്മളിങ്ങനെ പറയത്തില്ലേ. ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ പറയത്തില്ലേ, അതിനെ നമ്മൾ എന്താ
This time tomorrow we will be traveling to Delhi. She dashed the letter before I arrived. She dashed the letter before I arrived. Had written the letter before arrived. ഞാൻ വരുന്നതിന് മുമ്പേ എഴുതി. She had written the letter before I arrived. അതായത് ഞാൻ വരുന്നതിന് മുമ്പേ അവൾ എഴുതി കഴിഞ്ഞിരുന്നു. കഴിഞ്ഞിരുന്നു എന്ന് നമ്മൾ പറയത്തില്ലേ, എഴുതി എന്നല്ല നമ്മൾ പറഞ്ഞു, എഴുതി കഴിഞ്ഞിരുന്നു. ഷീ ഹാഡ് റിട്ടേൺ. മനസ്സിലായോ? അപ്പൊ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. അവൾ എഴുതി എന്നല്ല നമ്മൾ പറയാൻ, ഞാൻ വന്നപ്പോൾ അവൾ എഴുതി കഴിഞ്ഞിരുന്നു എന്ന് പറയാനാണ് ഷീ ഹാഡ് റിട്ടേൺ ദ ലെറ്റർ. The train dashed before we reached the station. The train dashed before we reached the station. Yes, had left the station. I dashed this book for 2 hours. I dashed this book 2 hours. I dashed this book for 2 hours. Yes, I have been reading this book for 2 hours. ഞാൻ 2 മണിക്കൂറായി ഇത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെ, നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നതാണ് എന്ത് പെർഫെക്റ്റ് സെന്റൻസ്. അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത് ചെയ്യുകയായിരുന്നു എന്ന് നമ്മൾ വേറൊരാളോട് പറയില്ല. അതാണ് they dash the project by tomorrow. എന്താണ്? They will have completed the project by tomorrow. They will have completed the project. അവരെ ചെയ്തിരിക്കുകയാണ്. She dashed dinner when the guest arrived. She എന്താണ്? She dashed dinner when the guest arrived. She was cooking dinner when the guest arrived. ഗസ്റ്റ് വന്നപ്പോൾ അവൾ അല്ലല്ല കുക്ക്ഡ് അല്ല. She cooked dinner when the guest arrived അല്ല. She was cooking. നമ്മൾ പറയാം she was cooking dinner when the guest arrived. It's okay. She was cooking dinner ആണ് കേട്ടോ when the guest arrived. ഗസ്റ്റ് വന്നപ്പോൾ കുക്ക് ചെയ്തു എന്ന് പറയില്ല. ഗസ്റ്റ് വന്നപ്പോൾ കുക്ക് ചെയ്തു എന്നല്ല. ആ സെന്റൻസ് പൂർത്തിയാണെങ്കിൽ അവര് വന്നപ്പോൾ അവൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള സാധനം. ഓക്കെ. He usually dash coffee. Okay. Okay. He usually dash coffee in the morning. He usually ആണ് വന്നിരിക്കുന്നത്. Yes, he usually drinks coffee in the morning. I dashed him yesterday at the market. I dashed him yesterday at the market. Yes, I saw him yesterday at the market. They dashed their work yet. They dashed their work yet. No, they have not ആണ്. No, they അല്ലേ വന്നേക്കണം. They have not finished അല്ലേ വരുന്നേ. They വന്ന എന്താ? They have not finished അല്ലേ. Okay, it's okay. അപ്പൊ ശ്രദ്ധിച്ചാ മതി കേട്ടോ. ദേ വരുമ്പോ ശ്രദ്ധിച്ചാ മതി, വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ദേ ഹാഡ് നോട്ട് ഫിനിഷ്ഡ് അല്ല, ദേ ഹാവ് നോട്ട് ഫിനിഷ്ഡ് ആണ്. ദേ വരുമ്പം അത് ശ്രദ്ധിച്ചാ മതി. ദേ ഹാവ് നോട്ട് ഫിനിഷ്ഡ് ദെയർ വർക്ക് യെറ്റ്. ഷീ ഡാഷ് ഫോർ ദ എക്സാം വെൻ ഐ കോൾഡ് ഹെർ. സോറി, ഞാൻ അത് കണ്ടെന്ന് തോന്നുന്നു. ഷീ ഡാഷ് ഫോർ ദ എക്സാം വെൻ ഐ കോൾഡ് ഹെർ. ഷീ വാസ് സ്റ്റഡിങ്. യെസ്, ഞാൻ അവളെ വിളിച്ചപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ വാസ് സ്റ്റഡിങ് ഫോർ ദ എക്സാം വെൻ ഐ കോൾഡ് ഹെർ. By the time we arrived, the movie yes had started. എത്തിയപ്പോഴത്തേക്കും മൂവി സ്റ്റാർട്ട് ചെയ്തു. He dashed the report now. Yes, he is writing. കറന്റ്ലി നടക്കുക അല്ലേ. He is writing the report now. ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. We dash to the meeting tomorrow. We dash to the meeting tomorrow. Yes, we will go to the meeting tomorrow. She dashed here for 5 years. She dash has Allah. She lived. Yes. She has. Has. She has lived here for 5 years. Yes, correct. Next, when I entered the room, they dash. When I entered the room, they were laughing. He dashed the book before returning it to the library. He dashed the book
He dashed the book before returning it to the. He had read the book. Sorry. He had read the book before returning it to the library. By next month, I dashed this course. എന്താണ് by next month I dashed this course. By next month I will have completed this course. Yes, D correct ആണ്. By next month I will have completed this course. Which of the following statement is correct? She is living here since 2015. She lives here since 2015. She has been living here since 2000. She lived here since. ഇതിൽ എന്തായിരിക്കും റൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്? അല്ല ഫീൽ ചെയ്യുന്നതല്ല, ഗ്രാമാറ്റിക്കലി കറക്റ്റ് എന്താണ്? നോട്ട് ഫീലിംഗ്. She has been living here since 2015. കറക്റ്റ് ആണ് കേട്ടോ. സിൻസ് 2015 അവൾ ഇവിടെ ആയിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഷി ഹാസ് ബീൻ ലിവിംഗ് ഹിയർ, ഇവിടെ ആയിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് എന്ന് തൊട്ട് സിൻസ് 2015. നെക്സ്റ്റ്, they were playing football when it started raining. They playing football when it started raining. They plays football. ഏതായിരിക്കും? ഇത് ഭയങ്കര എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ആൻസർ ആണ്. They were playing football. They was utter flop ആണ് അല്ലെ. They playing എന്നും വരില്ല, they plays എന്നും വരില്ല. They were ആണ്. I am seeing him yesterday. I saw him yesterday. I have seen him yesterday. I see him yesterday. ഇന്നലെ കണ്ടു. I saw him yesterday. Yes. She will have completed the task by tomorrow. She will completed the task by tomorrow. She will completing the task by tomorrow. She completed the task by tomorrow. Then she will have completed the task by tomorrow. Yes. Next, by the time we arrived, the train left. By the time we arrived, the train had left. By the time we arrived, the train leaves. By the time we arrived, the train leaving. B. Yes. By the time we arrived, the train had left. Yes, correct. She was knowing the answer. She knew the answer. She know the answer. She knowing the answer. Then Rana. B. Yes. She knew the answer. They will reach the station soon. They will reach the station soon. They will reaching the station soon. They will reach soon the station. എന്തായിരിക്കും? No. They will reach the station soon. They will reach soon the station. അതൊരു തെറ്റല്ലേ? They will reach soon the station എന്ന് വരുമോ? വരില്ലല്ലോ. They will reach the station soon എന്നല്ലേ വരുള്ളൂ. Grammatically തെറ്റല്ലേ? Soon the station എന്നല്ലോ. Okay. He has been working here for 5 years. He is working here for 5 years. He was working here for 5 years. He works here for 5 years. എന്താണ്? Yes. He has been working here for 5 years. He has finished the work yesterday. He finished the work yesterday. He finishes the work yesterday. He has finished the work yesterday. He finished the work yesterday. Yes. She will be studying at 8 p.m. tomorrow. She will studying at 8 p.m. tomorrow. She will be study at 8 p.m. tomorrow. She's studying at 8 p.m. tomorrow. എന്താണ്? A. Yes. She will be studying at 8 p.m. When I was entering the room, A ആണ്, doubt അല്ല, A ആണ്. When I was entering I had finished my work before he arrived. I had finished my work before he arrived. I finished my work before he arrived. I finished my work before he arrived. എന്താണ്? Yes. Identify the part of sentence that contains error. The error കണ്ടുപിടിക്കാനാണ്. She has completed the assignment yesterday without any help. She has completed the assignment yesterday without help. എന്താണ് ആൻസർ? സി ആണ്. കണ്ടോ?
used with present perfect tense. Why is it an error? The present perfect tense cannot be used with specific past tense expression like yesterday. And definite past time is mentioned, simple past tense. Correct sentence. She completed the assignment yesterday without any help. She അപ്പം എന്താണ് സി എന്നുള്ള മിസ്റ്റേക്ക് വരുന്നത്. ഷീ കംപ്ലീറ്റഡ് ദ അസൈൻമെന്റ് യെസ്റ്റർഡേ വിത്തൗട്ട് എനി ഹെൽപ്പ്. When I reached the station, the train already left the platform. When I reached the station, the train already left the platform. Already left. അതാണ് എന്താണ് അവിടെ ഇത് വരുന്നത്. When I reached the station, the train had already left the platform. ആയിരുന്നു. Already left അല്ല, എന്താണ് അതിന് പകരം had already left ആയിരുന്നു. Okay. When I reached the station, the train had already left the platform. He is working in this company since 5 years as a manager. എവിടെയാണ് വർക്ക്? He is working അല്ല, he has been working ആണ് അല്ലേ. നമ്മൾ since 5 years ഒക്കെ പറയുമ്പോൾ എന്താണ്? He has been working എന്നല്ലേ നമ്മൾ പറയുന്നത് അല്ലേ. He is working in this company since 5 years. 5 വർഷമായി ഇവിടെ ചെയ്യുന്നു എന്നുള്ളതിന് എന്താണ് ഈസ് വർക്കിംഗ് നമ്മൾ പറയില്ല. സിൻസ് 5 years അല്ലെങ്കിൽ സിൻസ് 2020 അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ്? ഹാസ് ബീൻ വർക്കിംഗ്. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് പറയുന്നത് സിൻസ് ഒക്കെ വരുമ്പോൾ. അപ്പം ഹി ഹാസ് ബീൻ വർക്കിംഗ് എന്നാണ് വരുന്നത്. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് കമ്പനി ഫോർ 5 years ആസ് എ മാനേജർ. ഐ വാസ് നോയിങ് ദ ആൻസർ ടു ദ സോറി ചാർജ്. ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് തീർക്കാവേ. ഐ വാസ് നോയിങ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഇമ്മീഡിയറ്റ്ലി. എന്റെ ആൻസർ എന്താണ്? വാസ് നോയിങ്. ഐ വാസ് നോയിങ് അല്ലല്ലോ, ഐ ന്യൂ ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഇമ്മീഡിയറ്റ്ലി അല്ലേ അല്ലേ. ഐ ന്യൂ ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ അല്ലേ. ഐ വാസ് നോയിങ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് തെറ്റല്ലേ. ഐ വാസ് നോയിങ് അത് ഗ്രാമാറ്റിക്കലി കംപ്ലീറ്റ്ലി റോങ് ആണ്. ഐ വാസ് നോയിങ് അങ്ങനെ ഒരു സാധനമില്ല, തെറ്റാണ്. അപ്പൊ ഐ ന്യൂ എന്നാണ് അല്ലേ. ഐ ന്യൂ നമ്മള് പാസ്റ്റിൽ നോ എന്നുള്ളതിനെ പാസ്റ്റ് ആയിട്ട് നമ്മൾ ഒറ്റ സെന്റൻസിൽ പറയുന്നത് എന്താണ്? ന്യൂ. ഐ വാസ് നോയിങ് എന്നൊന്നും പറയണ്ട. ഐ ന്യൂ ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഇമ്മീഡിയറ്റ്ലി. ഷീ ഡിഡ് നോട്ട് ഫിനിഷ് ദ റിപ്പോർട്ട് ഓൺ ടൈം യെസ്റ്റർഡേ. അപ്പൊ എന്താണ് ഇതിന്റെ എന്താണ്? ഫിനിഷ്ഡ്, അതായത് ഷീ ഡിഡ് നോട്ട് ഫിനിഷ് ദ റിപ്പോർട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിഡ് വരുമ്പോ എന്താണ്? അത് ഓൾറെഡി പാസ്റ്റിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു V2 ഫോം വേണ്ട അല്ലെ. ഷീ ഡിഡ് നോട്ട് ഫിനിഷ് ദ റിപ്പോർട്ട് ഓൺ ടൈം യെസ്റ്റർഡേ. അപ്പൊ ഡിഡ് നോട്ട് വന്നപ്പോ ഡിഡ് ഓൾറെഡി അവിടെ പാസ്റ്റിനെ സൂചിപ്പിക്കും. അപ്പൊ പിന്നെ ഫിനിഷ്ഡിന്റെ അവിടെ ED ഫോം, അതായത് V2 ഫോം വേണ്ട, ഫിനിഷ് എന്ന് മതി അല്ലെ. ഓൾറെഡി ഞാൻ പറഞ്ഞപ്പോ മെൻഷൻ ചെയ്തിരുന്നു ഡിഡിന്റെ കാര്യം. ഷീ ഡിഡ് നോട്ട്. ഡിഡ് എവിടെ വന്നോ, ഡിഡ് എവിടെ വന്നാലും അത് ഓർത്തണം. ഡിഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പാസ്റ്റ് ടെൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ ഓൾറെഡി പാസ്റ്റ് ടെൻസ് ഉണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെ ഒരു പാസ്റ്റ് ടെൻസിന്റെ റെപ്പറ്റീഷൻ ആവശ്യമില്ല. അപ്പൊ ഫിനിഷ്ഡ് എന്ന് പറയുന്നത് അവിടെ ഗ്രാമാറ്റിക്കലി റോങ് ആണ്. ഡിഡിന് ശേഷം ജസ്റ്റ് ഫിനിഷ് മതി. ഷീ ഡിഡ് നോട്ട് ഫിനിഷ് ദ റിപ്പോർട്ട് ഓൺ ടൈം യെസ്റ്റർഡേ എന്നാണ്. While I was reading the newspaper, the lights goes out suddenly. എന്താണ്? when I was reading the newspaper, the lights went out suddenly എന്നാണ്. goes out അല്ല, goes out തെറ്റാണ്. went out suddenly ആണ് കറക്റ്റ്. ഓക്കെ, അവിടെ ഒരു വേർഡ് തെറ്റുണ്ട്. goes out അല്ല, went out ആണ്. goes എന്നുള്ളത് V2 ഫോം ആണ്. V2 ഫോം അല്ല, ഇവിടെ V3 ഫോം ആണ്. I was reading the newspaper, the lights went out suddenly. By next year he will completed the course successfully. അങ്ങനല്ലോ, ഈ വിൽ കംപ്ലീറ്റഡ് അല്ലല്ലോ. ബൈ നെക്സ്റ്റ് ഇയർ ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ് അല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചു. ബൈ നെക്സ്റ്റ് ഇയർ ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ കോഴ്സ് സക്സസ്ഫുള്ളി. ഹി വിൽ ഹാവ് ഉണ്ട്, വിൽ കംപ്ലീറ്റഡ് അല്ല, വിൽ ഹാവ് കംപ്ലീറ്റഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ വരുമ്പോ എന്താണ്? ഹി വിൽ ഹാവ് കംപ്ലീറ്റ് ആണ്. പെർഫെക്റ്റ് വരുമ്പോൾ വിൽ ഹാവ് കംപ്ലീറ്റഡ് ആണ്. They have arrived 2 hours ago at the station. അപ്പൊ എന്താണ്? They arrived 2 hours ago at the station. Have arrived വേണ്ട, they arrived എന്ന് മതി അല്ലെ. They have arrived എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ have എന്നുള്ള എക്സ്പ്രഷൻ എറർ ആണ്. ഓക്കെ, കാര്യം എന്താന്ന് വെച്ചാൽ എഗോ എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി ഇവിടെ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഹാവ് എന്നുള്ള ഒരു റിപ്പറ്റേഷൻസിന്റെ ആവശ്യമില്ല. ഓക്കെ,
She had been studying for 3 hours when the teacher enters the class. She had been studying for 3 hours when the teacher enters class. She had been studying for 3 hours when the teacher entered the class. Enters the class അല്ല entered the class ആണ് അല്ലേ? ഇത് കണ്ടോ, ഇതൊരു പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിലുള്ള സാധനമല്ലേ? ഷീ ഹാഡ് ബീൻ സ്റ്റഡിങ് ഫോർ 3 hours when the teacher enters എന്ന് പറയുമ്പോൾ പ്രസന്റ് ആയി പോവില്ലേ? തെറ്റല്ലേ? അപ്പം ഷീ ഹാഡ് ബീൻ എന്നുള്ള പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഷീ ഹാഡ് ബീൻ സ്റ്റഡിങ് ഫോർ 3 hours when the teacher entered the class. entered എന്നാണ് പാസ്റ്റ് ആണ്. ഐ വിൽ കോൾ യു വെൻ ഐ റീച്ച് ഹോം ടു നൈറ്റ്. എന്താണ്? ഐ വിൽ കോൾ യു വെൻ ഐ റീച്ച് ഹോം ടു നൈറ്റ്. ഐ വിൽ കോൾ യു വെൻ ഐ റീച്ച് ഹോം ടു നൈറ്റ്. വില്ല് വേണ്ട അല്ലെ? ആദ്യം ഓൾറെഡി അവിടെ വില്ലുണ്ട്, ഐ വിൽ കോൾ യു എന്നുണ്ട്. പിന്നെയും വെൻ ഐ വിൽ റീച്ച് ഹോം ടു നൈറ്റ് എന്ന് വേണോ? റെപ്പിറ്റേഷൻ വേണോ? ഒറ്റ സെന്റൻസ് സെയിം ഫോമിന്റെ 2 പ്രാവശ്യം വേണോ? വേണ്ടല്ലോ, തെറ്റല്ലേ അത്? ഐ വിൽ കോൾ യു എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ കോൾ യു വെൻ ഐ റീച്ച് ഹോം ടു നൈറ്റ്. അവിടെ പിന്നെയും വില്ലിന്റെ റെപ്പിറ്റേഷന്റെ ആവശ്യമില്ല. ഓൾറെഡി ആ ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, ഐ വിൽ എന്നുള്ളത്. അപ്പൊ ഐ വിൽ കോൾ യു വെൻ ഐ റീച്ച് ഹോം ടു നൈറ്റ്. വില്ല് വേണ്ട അവിടെ. ഓക്കെ. ഹി ഹാസ് റോട്ട് ദ ലെറ്റർ ടു ദ മാനേജർ ദിസ് മോർണിംഗ്. അപ്പൊ റോട്ട് അല്ല, റിട്ടൺ ആണ്. എന്താണ്? പെർഫെക്റ്റ് ഫോം ആണ്. ഹി ഹാസ് റിട്ടൺ ദ ലെറ്റർ ടു ദ മാനേജർ ദിസ് മോർണിംഗ്. ഈ രാവിലെ അവൻ മാനേജറിന് വേണ്ടി ലെറ്റർ എഴുതിയിരുന്നു. ഹാസ് റിട്ടൺ എന്നല്ലേ നമ്മൾ പറയുന്നത്? ഹി ഹാസ് റിട്ടൺ ദ ലെറ്റർ ടു ദ മാനേജർ ദിസ് മോർണിംഗ് അല്ലേ? ഹി ഹാസ് റോട്ട് എന്നല്ലല്ലോ പറയുന്നത്. ഓക്കെ. She was cooking dinner when the phone is ringing. When the phone rang, അല്ലേ? ഫോൺ റാങ് അല്ലേ വരുന്നത്? She was cooking dinner when the phone rang. കണ്ടോ? വാസ് കുക്കിംഗ് എന്ന് പറയുമ്പോ എന്താണ്? പാസ്റ്റ് അല്ലേ? പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലേ? ഷി വാസ് കുക്കിംഗ്, പാസ്റ്റ് കണ്ടിന്യൂസ്. ഡിന്നർ, അതായത് അവൾ ഡിന്നർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഷി വാസ് കുക്കിംഗ് ഡിന്നർ. വെൻ ദ ഫോൺ ഇസ് റിംഗിങ് അല്ലല്ലോ? ഫോൺ ഇസ് റിംഗിങ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് അല്ലേ? തെറ്റല്ലേ? വെൻ ദ ഫോൺ റാങ് ആണല്ലേ? ഫോൺ അടിച്ചപ്പോൾ അവൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷി വാസ് കുക്കിംഗ്, പാസ്റ്റ് കണ്ടിന്യൂസ്. ഷി വാസ് കുക്കിംഗ് ഡിന്നർ വെൻ ദ ഫോൺ ഈസ് റിംഗിങ്. തെറ്റാണ്, ഫോൺ റാങ് ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ ക്ലാസ് ഇവിടെ ഇത്രയേ ഉള്ളൂ. നമ്മൾ അതായത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, അതിന്റെ 3ന്റെയും 4 ഫോംസ്, അതായത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ ഫോം, അതായത് കണ്ടിന്യൂസ് ഫോം, പെർഫെക്റ്റ് ഫോം, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അങ്ങനെ 3ന്റെയും 4 ഡിഫറെന്റ് ഫോംസ്, അങ്ങനെ മൊത്തം 12 ഫോംസ് ഇന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ ആണോ? നന്മപ്രിയ മാത്രമുള്ള ക്ലാസ്സിൽ ഓക്കെ ആണെങ്കിൽ തംസ് അപ്പ് കൊടുക്കായിരുന്നു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഇനിയും ആസാദിന്റെ ക്ലാസ്സസ് ഉണ്ടാവും, ജോയിൻ ചെയ്യണം, പഠിക്കണം, നന്നായി പ്രിപ്പയർ ചെയ്യൂ. ഓക്കെ, വെൽക്കം. ഓക്കെ, ലീവ് ചെയ്തോ കേട്ടോ.